السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. എല്ലാവരും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ രക്ഷ നേടാം. നമ്മൾ 42 ആയത്ത് വരെയാണ് കഴിഞ്ഞ ലൈവിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇടയ്ക്കൊരു റെക്കോർഡിംഗ് സെഷൻ തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അത് നമ്മൾ കഴിഞ്ഞ റമളാനിന് എടുത്ത സീരീസിൽ നിന്നാണ്. നമ്മൾ എന്നാലും ആ ഒരു ആയത്തുകളൊക്കെ, അതായത് 42, 43, 44 അതിനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. നമുക്കിന്ന് ആ ആയത്തുകൾ തന്നെ, അതായത് 43, 44, 45 ഇന്ന് കവർ ചെയ്യാം. ഇത് വെച്ചിട്ടായിരിക്കും ഇൻഷാല്ലാ എക്സാമിന് ഉണ്ടാവുക. അപ്പം 42-ാമത്തെ ആയത്തില് നമ്മൾ കണ്ടിരുന്നു, നമ്മൾ സത്യം അല്ലേ, ഹക്ക് എന്തായാലും ഹക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കണം. അതിന് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിന് മാറ്റം വരുത്താനോ നമ്മളുടെ ഇച്ഛകൾക്കനുസരിച്ച് അതിനെ മാറ്റാനും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ഭാഗം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളയാനോ തിരുത്തി കളയാനോ ഒന്നും പാടില്ല. സത്യത്തിനെ മറച്ചു വെക്കാൻ പാടില്ല എന്ന്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ എല്ലാവരെക്കാളും മേലെ, എല്ലാത്തിനേക്കാളും മേലെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക, അള്ളാഹുവിന്റെ കോപത്തിനെ ഭയപ്പെടുക, അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആലയെ എല്ലാ രീതിയിലും അനുസരിക്കുക എന്നുള്ളതാണ് എന്ന് പഠിച്ചു. പിന്നെ ബനി ഇസ്രായേൽ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുന്നതിലുള്ള രണ്ട് ഗുണങ്ങൾ, എന്തിനാണ് നമുക്ക് ഈ ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ളത് എന്നുള്ളത് 2 പോയിന്റ് നമ്മൾ പഠിച്ചു. ഒന്ന്, അവരുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, നമ്മൾ ആ തെറ്റുകൾ വരുത്താതിരിക്കുക. 2, ഈ കാര്യങ്ങളെല്ലാം അവരോടും കൂടെ പറയല് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്, അവർക്ക് കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നത്തെ ആയത്തുകളിലേക്ക് പോവാം. ആദ്യത്തത് വഅഖീമു സ്വലാത്ത വആതു സകാത്ത വർക്കഉ മഅ റാക്കിഈൻ. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, നമിക്കുന്നവരോടൊപ്പം നിങ്ങൾ നമിക്കുക. ആയത്ത് നമ്പർ 43. അടുത്തത് أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയുമാണോ, അതും വേദം ഓതിക്കൊണ്ടിരിക്കെ നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ. ആയത്ത് നമ്പർ 44. 45. വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും, അതായത് ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ ദിവ്യ സഹായം, അള്ളാഹുവിൽ നിന്ന് സഹായം തേടുക. നമസ്കാരം വലിയ ഭാരം തന്നെ ആർക്ക്? ഭക്തന്മാർക്ക് ഒഴികെ. നമുക്ക് വേർഡ് അനാലിസിസ് നോക്കാം ഇൻഷാല്ലാ. വ അഖീമു, അഖീമുന്റെ റൂട്ട് ഖാഫ് വാവ് മീം, വാ പ്ലസ് അഖീമു, ഖാഫ് വാവ് മീം. ഇതില് ഖാമ യഖൂമു എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഓക്കെ, എന്നാ ഇഖാമ അഖീമു എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒന്നിനെ നിലനിർത്തുക, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നേരെ നിർത്തുന്നതിനാണ് ഇഖാമ എന്ന് പറയുന്നത്. അതായത് അത് വീണു പോവാത്ത രീതിയിൽ. നമ്മൾ വെറുതെ ഒരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഒരു മതിലിന്റെ മുകളിൽ ചാരി വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് അല്ല. ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് വീണു പോകും. എന്നാൽ ഒരു മരം, അതിന് നല്ല വേരിറങ്ങി കഴിഞ്ഞാൽ, വേരിറങ്ങുമ്പോഴാണ് ആ മരം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ അല്ലെ. നമ്മളിപ്പോ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അത് ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ നിൽക്കുക, അതിന്റെ വേര് ഇറങ്ങി കഴിയുമ്പോഴാണ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ വേര് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ ഒരു മരം ഏത് വലിയ കൊടുങ്കാറ്റിനെയും എന്താണ് സർവൈവ് ചെയ്യും അല്ലെ. അത് ഒരു കൊടുങ്കാറ്റിലും ആടി ഉലഞ്ഞ് പോവില്ല. അതുകൊണ്ടാണ് ഖുർആനിലുടനീളം നമ്മളടുത്ത് നമസ്കരിക്കാൻ പറയുമ്പോൾ ജസ്റ്റ് സ്വല്ലു എന്ന് പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും എവിടെയാണ്? നിലനിർത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മൾ ഏറ്റവും ആദ്യം മുത്തഖീങ്ങളുടെ ആയത്ത് കണ്ടപ്പോഴും അവിടെയും കണ്ടിരുന്നു അല്ലെ, യുഖീമൂന സ്വലാ, അവരെ നമസ്കാരം നിലനിർത്തുന്നവരാണ്, നമസ്കരിക്കുന്നവരാണെന്നല്ല പറഞ്ഞത്. അപ്പം നിലനിർത്തുക, വേരിറങ്ങിയ ഒരു മരം നിൽക്കുന്നത് പോലെ സ്ട്രോങ് ആയിട്ട് ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് അതിനെ ഏത് തരത്തിലുള്ള കൊടുങ്കാറ്റ്
എല്ലാറ്റിനെയും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരാൾ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് തുടർന്നുകൊണ്ട് പോകും, അയാൾ നിർത്തിക്കളയൂല. അപ്പം അഖീമു, നിങ്ങൾ നിലനിർത്തൂ. അഖീമു അവസാനം വാവ് അലിഫുണ്ട്, അതാണ് നിങ്ങൾ എല്ലാവരും എന്ന അർത്ഥം വരുന്നത്. അസ്വലാത്ത, നമസ്കാരത്തെ. വ ആത്തു, ആത്തു ഹംസ തായ, അതായ തി എന്നുള്ള വാക്കിൽ നിന്നാണ്. അവസാനം വാവ് അലിഫ് ഉള്ളത് കൊണ്ടാണ് അതിനെ പ്ലൂറൽ ആക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൊടുക്കൂ. ഇവിടെ അഖീമു, ആത്തു ഇതെല്ലാം കൽപ്പനകളാണ്. ഓക്കെ. അസ്സകാത്ത, അസ്സകാത്ത, സായി കാഫ് വ, സായി കാഫ് യ, രണ്ട് റൂട്ടും കറക്റ്റ് ആണ് സക്കാത്തിന്റെ കാര്യത്തിൽ. അതിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതിന്റെ വാക്കർത്ഥം എന്ന് പറയുന്നത്, സക്ക എന്ന് പറയുന്ന ഇതിന്റെ വാക്കർത്ഥം എന്ന് പറയുന്നത് പ്യൂരിഫൈ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിനെ ശുദ്ധിയാക്കുക, പ്ലസ് അതിനെ വളരാൻ അനുവദിക്കുക. അതാണ് സക്കാത്തിന്റെ വാക്കർത്ഥം. ഓക്കെ, ശുദ്ധിയാക്കുക, വളരാൻ അനുവദിക്കുക. നമ്മളെ തസ്കിയത്തുൻ നഫ്സിലെ, ഹൃദയത്തിന്റെ തസ്കിയ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ഹൃദയത്തിനെ ശുദ്ധിയാക്കിയിട്ട് അതിനെ ഈമാനില് വളരാൻ അനുവദിക്കുന്നതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സക്കാത്ത് എന്ന് പറയുന്നത് ഒരാളുടെ സമ്പത്തിനെ ശുദ്ധിയാക്കിയിട്ട് അതിനെ വളരാൻ അനുവദിക്കുക, സമ്പത്തിനെ ഇഷ്ടംപോലെ വളരാൻ അനുവദിക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഓക്കെ. യൂഷ്വലി സക്ക എന്നുള്ള വാക്ക് അതിന്റെ മുന്നേ അത്ത എന്നുള്ള വാക്കിന്റെ ഇത് വേർബിന്റെ ഏതെങ്കിലും ഒരു ഫോം വന്നിട്ടാണ് സക്കാത്ത് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ആത്തു സക്ക, അത്ത എന്നുള്ള വേർബിന്റെ ഒരു എന്താ കൊടുക്കൂ എന്നുള്ള കൽപ്പന ഫോം ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്തത് വർക്കാവു, റോ കാഫ് ഐൻ, എന്താണ്? നിങ്ങൾ എല്ലാവരും കുമ്പിടൂ. ഇവിടെയും അവസാനം വാവ് അലിഫ് വന്നതുകൊണ്ടാണ് അത് എല്ലാവരും എന്നുള്ള പ്ലൂറൽ ഫോം ആവുന്നത്. റക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമ്പിടലാണ്. അത് സുജൂദിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ മുന്നേ കണ്ടിരുന്നു, സുജൂദ് എന്ന് പറഞ്ഞാൽ നെറ്റി കൂടെ നിലത്ത് മുട്ടുന്ന രീതിയിലുള്ള സാഷ്ടാംഗം ചെയ്യുന്നതാണ് സുജൂദ്. റക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ബെൻഡ് ചെയ്യുന്നത് മാത്രമാണ്. കൂടെ. അറാക്കിഈൻ, എന്താണ്? റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ, കുമ്പിടുന്നവരുടെ കൂടെ, സെയിം റൂട്ടാണ്. ഇവിടെ റാക്കിഈൻ എന്ന് പറയുന്നത് ഫായിൽ എന്ന ഫോർമാറ്റ് ആണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഫാസിഖ്, കാദിബ്, ഖാസിർ എന്നൊക്കെ ഉള്ള വാക്കുകൾ. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഫിസ്ഖ് ചെയ്യുന്നവൻ ഫാസിഖ്, കാദിബ് ചെയ്യുന്നവൻ കാദിബ് അല്ലെ. അതേപോലെ റുക്കൂ ചെയ്യുന്നവൻ റാക്കിയ. റാഖിന്റെ പ്ലൂറലാണ് ഇവിടെ റാഖിഈൻ, യാ നൂൻ അവസാനം വന്നതുകൊണ്ട്. തുടർന്ന് അതഅ്മുറൂന നാസ ബിൽ ബിർരി, അതഅ്മുറൂന, ഇവിടെ റൂട്ട് ഹംസ മീം റോ. എന്നുള്ളത് നമ്മളുടെ ക്വസ്റ്റ്യൻ വാക്കാണ്, ആണോ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ വാക്കാണ്. തഅ്മുറൂന എന്ന് പറയുമ്പം ആദ്യത്തിൽ തായും അവസാനത്തിൽ വാവ്നൂനും ഉണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്താക്കാണെന്നോ ചോദിക്കുന്നത്, കൽപ്പിക്കുകയാണോ? അമറോ കൽപ്പനയാണ് അല്ലെ, ഹംസ മീം റോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൽപ്പിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അന്നാസ്, മനുഷ്യരെ. നൂൻ വാവ് സീൻ, നമുക്കറിയാം നാസിന് വേറെയും റൂട്ട് ഉണ്ട്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് നോൺ വാവ് സീൻ എടുത്തിട്ട് പോവാം. ബിൽ ബിർരി, നന്മ കൊണ്ട്. റോ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു റൂട്ടാണ്. ബിർ എന്ന് വെച്ചാൽ നന്മ, അല്ലെങ്കിൽ ഒരുപാട് നന്മയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ബിർ. നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് തഫ്സീറിൽ അത് കാണാം. വതൻസൗന, നൂൻ സീൻ യ, നസിയ എന്ന് പറഞ്ഞാൽ മറക്കുക, മറന്നു പോവുക. നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറവിയാണ്. ഓക്കെ. അപ്പം ഇവിടെ ആദ്യം ഉണ്ട്, വാവ് നൂൻ അവസാനമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓക്കെ. വതൻസൗന, മറക്കുകയാണോ? കാരണം അതിന്റെ തൊട്ട് മുമ്പ് അതഅ്മുറൂനയിൽ ഒരു ഹംസ ഉണ്ട് അല്ലെ, ആ ഹംസ ഇവിടെ ചേർത്ത് പറയാണ്. ഓക്കെ. അതൻസൗന എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാത്തിലി വതക്തുമു അവിടെ പറഞ്ഞിരുന്നു അല്ലെ, അവിടെ വലാ തക്തുമു ആണ്. അതേപോലെ ഇവിടെ അതൻസൗന എന്ന് വേണം മനസ്സിലാക്കാൻ, കാരണം തൊട്ടു മുമ്പ് അതഅ്മുറൂനയിൽ ഉണ്ടായിരുന്ന ഹംസ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും മറക്കുകയാണോ? അംഫുസക്കും, അംഫുസ് എന്ന് പറയുന്നത് നഫ്സിന്റെ പ്ലൂറലാണ്, നൂൻ ഫാസീൻ. അപ്പം അംഫുസക്കും, നിങ്ങളുടെ സ്വന്തത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ നഫ്സിനെ. കും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ആണ്. അംഫുസക്ക ആയിരുന്നെങ്കിൽ നീ എന്നായിരുന്നേനെ, അംഫുസക്കും ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും. വ അൻതും, നിങ്ങൾ ആയിരിക്കെ. ഓക്കെ. തത്ലൂന,
തത്ലൂന അല്ല ആദ്യത്തിൽ താ ഉണ്ട്, അവസാനം വാവ്നൂൺ ഉണ്ട്. അവിടെയും നിങ്ങൾ എല്ലാവരും ആണ്. ഇവിടെ റൂട്ട് ത ലാം വാവ്. തല യത്ലു തിൽവ തിലാവ. തിലാവ നമുക്കറിയാം അല്ലെ. തിലാവ എന്ന് പറഞ്ഞാല് ഓതുക, റിസൈറ്റ് ചെയ്യുക എന്നുള്ളത്. തലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്തുടരുക. നമ്മൾ ഖുർആനിൽ വേറെ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു വാക്കാണ് തലാഹ. അത് പിന്തുടരുക, മനസ്സിലാക്കുക. തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് വേറെ ഒന്നിന്റെ പുറകെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പുറകെ പിന്നാലെ നടക്കുക, അതിന്റെ തൊട്ട് പിന്നാലെ നടക്കുന്നതിനാണ് തല എന്നുള്ള വാക്ക് പറയുന്നത്. ഹുവ യത്ലു ഫുലാനൻ എന്ന് പറഞ്ഞാല് അവൻ, ആ ഒരു ഫുലാൻ എന്ന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന ഏതോ ഒരാള്, ഓക്കെ, ആ പേര് പറയാതെ ഒരാളെ പറയുമ്പോഴാണ് ഫുലാൻ എന്ന് പറയുന്നത്. അപ്പം അയാള്, ഈ ആള്, അതായത് ഈ ഫുലാൻ ആരാണോ അവനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ പിന്തുടരുന്ന അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളെ പിന്തുടരുന്ന എന്നാണ് ഹുവ യത്ലു ഫുലാനൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു കാര്യം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വാക്ക് വെച്ചിട്ട്, അതായത് ഒരു വാക്ക് പോലും മിസ്സാകാതെ ഒന്ന് കഴിഞ്ഞായിട്ട് അതിനെ ഓതുകയും ചെയ്യുക, അത് മനസ്സിലാക്കുകയും ചെയ്യുക, അതിനെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ള അർത്ഥമാണ് യത്ലു അല്ലെങ്കിൽ തിലാവ എന്നുള്ള വാക്കിൽ നിന്ന് വാക്കിന്റെ അർത്ഥം നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ദൈവികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഇറങ്ങിയ ഗ്രന്ഥങ്ങളെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു വാക്കാണ് തിലാവ. അതിനെ വായിക്കുക, പഠിക്കുക, ഓതുക, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പിന്തുടരുക എന്നീ അർത്ഥം വരുന്ന വാക്കാണ് തിലാവ എന്ന് പറയുന്നത്. അൽ കിതാബ് നമുക്കറിയാം ഗ്രന്ഥം, പുസ്തകം അല്ലെങ്കിൽ വേദഗ്രന്ഥം. ഈ ഒരു സിറ്റുവേഷനിൽ വേദഗ്രന്ഥം, കാരണം ഇത് ബനി ഇസ്രായേലിനോടാണ് പറയുന്നത്. അതുകൊണ്ട് അഫലാ തഅഖിലൂൻ, അ എന്നുള്ളത് ക്വസ്റ്റ്യൻ വാക്കാണ്. അല്ലേ, ആണോ എന്നുള്ള ചോദ്യം. ഫ അപ്പോൾ, ല ഇല്ലേ. അപ്പോൾ നിങ്ങൾ ഇല്ലേ എന്താ ചോദിക്കുന്നത്? തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. ഐൻ ഖാഫ് ലാം. ഓക്കെ, തഅഖിലൂൻ ഐൻ ഖാഫ് ലാം. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ. നമ്മൾ ഇതിന്റെ കൂടുതൽ വിശദീകരണം നമ്മൾ തഫ്സീറിന്റെ സമയത്ത് നോക്കാം. അടുത്ത ആയത്ത് വസ്തഈനു. വസ്തഈനു, നിങ്ങൾ സഹായം തേടുകിൻ. ഐൻ വാവ് നൂൻ. ഓക്കെ, ഈ വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിങ്ങൾ എന്താണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രമേ സഹായം തേടുന്നുള്ളൂ. ഇവിടെ ഇതൊരു കൽപ്പനയാണ്. അവസാനം വാവ് അലിഫ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സഹായം തേടുവിൻ. ബിസ്സബരി, ക്ഷമ കൊണ്ട്. ബി കൊണ്ട്, സബ്ർ ക്ഷമ. വസ്സലാത്തി, അപ്പം ഇവിടെ സ്വലാത്തിനും ശരിക്കും ബി ഉണ്ട്. അപ്പൊ നമസ്കാരം കൊണ്ടും. സ്വാദ് ലാം വാവ്. വ ഇന്നഹ, നിശ്ചയമായും അത്, ഹ അല്ലെ, എന്ത്, നമസ്കാരം. ലകബീറത്തുൻ, വളരെ വലുതാണ്. നിശ്ചയമായും ഇന്നഹ ല എന്ന് പറഞ്ഞാല് അതിന് ഒരു ലെവലും കൂടെ സ്ട്രെസ് ചെയ്യുന്നതാണ് അവിടുത്തെ ലാമ. ഓക്കെ, ഇന്ന എന്ന് പറയുമ്പോൾ ഒരു നിശ്ചയമാണ്, അതിനുശേഷം ഒരു ലാ വരുമ്പം അത് വളരെ വലുത് തന്നെയാണ് എന്ന് അടുത്ത ലെവല് സ്ട്രെസ് ആണ്. അപ്പൊ നിശ്ചയമായും അത് വളരെ വലുതാണ്, ഭാരമേറിയതാണ്. ഇല്ല ഒഴികെ, ആർക്കൊഴികെ? അലൽ ഖാശിഈൻ, ഖാശീൻ ഐൻ, ഖുശൂ ഉള്ളവർക്കൊഴികെ. ഇവിടെ അതേപോലെ ഖാശി എന്ന് പറയുന്നത് ഫാഇൽ ഫോർമാറ്റ് തന്നെയാണ്, അതിന്റെ പ്ലൂറലാണ് ഖാശിഈൻ, അവസാനം യാനൂൻ കാണാം. അപ്പം ഖുശൂ ഉള്ളവർക്കൊഴികെ അത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം. വഅഖീമു സ്വലാത്ത വആതു സകാത്ത വർക്കഉ മഅ റാക്കിഈൻ. എന്താണ് ഈ ആയത്തിൽ പറയുന്നത് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഅഖീമു സ്വലാത്ത, അതായത് ബനി ഇസ്രായേലിന്റെ അടുത്ത് തുടർന്നല്ലേ, കാരണം ബനി ഇസ്രായേലിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. അപ്പൊ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് അവരോട് സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കരുത് എന്നൊരു കാര്യം പറഞ്ഞപ്പം എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്? വഅഖീമു, എന്താക്കുക, നിലനിർത്തുക അല്ലെ. വാഖീമു സ്വലാത്ത്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വെറുതെ നിങ്ങൾ നിസ്കരിക്കി എന്നല്ല പറയുന്നത്, നമസ്കാരം നിലനിർത്തുക. എങ്ങനെയാണോ നിങ്ങൾ നമസ്കരിക്കേണ്ടത് അതുപോലെ നമസ്കരിക്കുക. നമസ്കാരത്തിന്റെ
ഹക്ക് നിങ്ങൾ കൊടുക്കുക. നമസ്കാരത്തിന് എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണോ നിങ്ങൾ നമസ്കരിക്കേണ്ടത്, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നിസ്കരിക്കുക. അത് ജമാഅത്തായിട്ട് തന്നെ നിങ്ങൾ നിസ്കരിക്കുക. അതിന്റെ കറക്റ്റ് സമയങ്ങളിൽ നിസ്കരിക്കുക. അതാണ് അഖീമുസ്സലാത്ത്, അല്ലെങ്കിൽ വെറുതെ സല്ലു എന്ന് പറഞ്ഞേനെ. അപ്പം ആ ഒരു അഖീമൂല എല്ലാ രീതിയിലുള്ള അർത്ഥങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഖീമൂന പറഞ്ഞപ്പോൾ ഇതിനെ കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആത്തു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. ആത്തു ഹംസത്തായ നൽകുക, കൊടുക്കുക എന്നൊക്കെ അർത്ഥം. ആത്തു സക്കാത്ത, നിങ്ങൾ എല്ലാവരും സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർബന്ധമായിട്ടുള്ള ചാരിറ്റിയാണ് അല്ലെ, വാജിബായിട്ടുള്ള ദാനധർമ്മമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ടൈപ്പ് സ്വത്തിന്റെ മേല് ഒരു പ്രത്യേക എമൗണ്ട് പ്രത്യേക ആളുകൾക്ക് കൊടുക്കുന്ന സക്കാത്താണ്, അല്ല ചാരിറ്റിയാണ്, അല്ലെങ്കിൽ ദാനധർമ്മമാണ് സക്കാത്ത്. എല്ലാ തരത്തിലുള്ള എന്താണ് സ്വത്തിനും സക്കാത്തില്ല. അതേപോലെ നമുക്ക് തോന്നിയ പോലെയുള്ള അളവിലല്ല സക്കാത്ത് കൊടുക്കുക, ആർക്കെങ്കിലും അല്ല സക്കാത്ത് കൊടുക്കുക. സക്കാത്തിന് പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് അല്ലെ, അത് പ്രത്യേക ഒരു എമൗണ്ടും ഉണ്ട്. അപ്പൊ ആത്തു സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. പിന്നെന്താ പറയുന്നത്, വർക്കാവു മഅറാക്കിഈൻ, നിങ്ങൾ കുമ്പിടുക. ആരുടെ കൂടെ? കുമ്പിടുന്ന മറ്റുള്ളവരുടെ കൂടെ. ഇർക്കാവു, റാ കാഫ് ഐൻ, റുക്കു എന്ന് പറഞ്ഞത് നമുക്കറിയാം കുമ്പിടുക അല്ലെ, കുനിയ. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയ പോലെ കുമ്പിടാനല്ല ഇവിടെ പറയുന്നത്. റുക്കു നമ്മൾ എപ്പോഴാ ചെയ്യുക? നമസ്കാരത്തിലാണ് ചെയ്യുക അല്ലെ. അപ്പം വർക്കാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് മഅറാക്കിഈൻ, മറ്റുള്ളവരുടെ കൂടെ, മറ്റ് നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പം അതിന്റെ അർത്ഥം നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുക. അവര് നമസ്കരിക്കുമ്പോൾ നിങ്ങളും നമസ്കരിക്കുക. ഇവിടെ എന്താണ്, ബനി ഇസ്രായേലിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ചില കൽപ്പനകൾ കൊടുക്കുകയാണ് അല്ലെ, അവരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് പറയാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമസ്കാരം, പിന്നെ സക്കാത്ത്. അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. കാരണം നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹക്കാണ്. സക്കാത്ത് എന്ന് പറയുന്നത് മനുഷ്യന്മാരോടുള്ള ഹക്കാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹക്കായ നമസ്കാരം ചെയ്തു കഴിഞ്ഞാല് അവൻ അള്ളാഹുവിനോടുള്ള അല്ലെങ്കിൽ നമസ്കാരം നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ അള്ളാഹുവിനോടുള്ള മറ്റെല്ലാ ഡ്യൂട്ടികളും മറ്റെല്ലാ ഹക്കുകളും സ്വാഭാവികമായിട്ടും ചെയ്തോളും. അതേപോലെ മനുഷ്യന്മാരോടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഹക്കായ സക്കാത്ത് അവൻ ചെയ്ത് നിലനിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മനുഷ്യന്മാരോടുള്ള മറ്റെല്ലാ ഡ്യൂട്ടികളും ചെയ്തോളും. അതുകൊണ്ട് ഈ രണ്ട് ഇബാദത്തുകൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഈ രണ്ട് ഇബാദത്തുകളും മറ്റു പല നന്മകളുടെയും മറ്റു പല ഡ്യൂട്ടികളുടെയും എന്താണ്, സോഴ്സാണ്. ഇത് രണ്ടും നിലനിർത്തുന്നവര്, അല്ലെങ്കിൽ ഇത് രണ്ടും കൃത്യമായിട്ട് ചെയ്യുന്നവര് നാച്ചുറലി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പം അഖീമുസ്സലാത്ത വആതു സകാത്ത, ഇതിന്റെ അർത്ഥം അവര് ഇത് രണ്ടും മാത്രം ചെയ്തിട്ട് വേറൊന്നും ചെയ്യണ്ടെന്നല്ല. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും അത്രയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് മാത്രമല്ല, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാല്, അതായത് സക്കാത്തും നമസ്കാരവും ചെയ്തു കഴിഞ്ഞാല് അവര്, അല്ലെങ്കിൽ അത് നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നാച്ചുറലി ബാക്കിയെല്ലാം ചെയ്തോളും. വർക്കാവു മഅറാക്കിഈൻ, നിങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്ത് ആരാണ് നമസ്കരിച്ചിരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സ്വഹാബിമാരും അല്ലെ. ഇത് മദീനയിലുള്ള ജൂതന്മാരുടെ അടുത്ത് പറയാണ്. മസ്ജിദുൻ നബവിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും 5 നേരം നമസ്കരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അവരുടെ അടുത്ത് പറയണേ, ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയണേ, നിങ്ങൾ വിശ്വസിക്കുക, എന്നിട്ട് അവരുടെ കൂടെ പോയി നിങ്ങൾ നമസ്കരിക്കുക. നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കല്ലേ, അവരുടെ കൂടെ തന്നെ നിൽക്കുക. 2 റീസൺസ് ആണ് ഇത് പറയാൻ ഉള്ള കാരണം. അതായത് വർക്കാവു മഅറാക്കിഈൻ എന്ന് പറയാൻ 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ജമാഅത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. 2, ജൂതന്മാരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ മാത്രമല്ല ഒരു സദ്വൃത്തരുള്ളൂ അവിടെ, അതാ റുക്കൂ ചെയ്യുന്ന വേറെ ചിലരുമുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അല്ലെ. അപ്പം അവരും അവര് സദ്വൃത്തരാണ്. അപ്പം അവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യേ. കാരണം ഈ മദീനയിൽ ഉണ്ടായിരുന്ന 3 മെയിൻ ഗോത്രങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ.
അവര് നല്ല റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, നല്ല അറിവുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വഹാബിമാരെ ോടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വഴിതെറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ ഹിദായത്ത് ഇല്ലാത്ത ആൾക്കാർ. കാരണം ഇവരുടെ കയ്യിലാണല്ലോ ഗ്രന്ഥങ്ങൾ ഉള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തി കൊടുക്കുകയാണ്, നിങ്ങൾ മാത്രമല്ല അവിടെ അവരുമുണ്ട്, അവരും സദ്വൃത്തരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നമസ്കരിക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പം ഈ വർക്കാവു മഅറാക്കിഈൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂണിറ്റി അല്ലേ. മറ്റുള്ളവരുടെ കൂടെ, അതായത് ഇബാദത്ത് ചെയ്യുന്ന എല്ലാവരും ഒന്നിച്ചായിരിക്കുക എന്നുള്ള അതിന്റെ ഇമ്പോർട്ടൻസ്, അവരുടെ എന്താ പറയുക ഐക്യത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇബാദത്ത് ചെയ്യുന്ന കൂട്ടര് പലരായിട്ട് വേറെ വേറെ തിരിഞ്ഞല്ലേ, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കരുത്, നിങ്ങൾ ജമാഅത്തായിട്ട് നിൽക്കുക. ദീനിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ് ജമാഅത്തിന്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം പുരുഷന്മാർക്ക് നമസ്കാരങ്ങൾ, ഫർള് നമസ്കാരങ്ങൾ ജമാഅത്താകുക എന്നുള്ളത് അവരുടെ മേലെ നിർബന്ധമാണ് അല്ലെ, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് നിർബന്ധമല്ലെങ്കിൽ പോലും പുരുഷന്മാർക്ക് നിർബന്ധമാണ്. പക്ഷേ നമുക്കറിയാം ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലമാണ്. പല ഹദീസുകൾ അതിനുണ്ട് അല്ലെ, 25 7 പറഞ്ഞുകൊണ്ടുള്ള പല ഹദീസുകളുണ്ട്. നമ്മൾ പൊതുവെ സ്ത്രീകൾ കുഴപ്പമില്ല ഞാൻ നിസ്കരിച്ചോളാം, ഇപ്പൊ നിസ്കരിക്കുന്നില്ല പിന്നെ നിസ്കരിക്കാം അല്ലെ, ജമാഅത്തിന് ഒരു അവസരം കിട്ടിയാൽ പോലും വീട്ടിൽ 1-2 ആളുകൾ ഒന്നിച്ച് ചേർന്ന് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ ജമാഅത്തിനെ ഒഴിവാക്കാറുണ്ട്. വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നത്, അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ കാരണമില്ലാതെ പലപ്പോഴും ജമാഅത്ത് സ്കിപ്പ് ചെയ്യുന്നവരാണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ ജമാഅത്തിന് ഉമ്മന്റെ കൂടെ ഇഷാക്കോ സുബഹിക്കോ ചേർന്ന് കഴിഞ്ഞാൽ പോയി കാര്യം അല്ലെ, 10 മിനിറ്റ് ഞാനാണെങ്കിൽ വേഗം അങ്ങ് നിസ്കരിച്ച് തീർക്കും, ഈ ജമാഅത്തിന്റെ കൂടെ കൂടിയാൽ കുറേ സമയം എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ജമാഅത്തിനെ സ്കിപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് എന്താ നഷ്ടപ്പെടുത്തുന്നത്, ഒരുപാട് പ്രതിഫലം നഷ്ടപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ജെന്യുവിൻ റീസൺ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും ജമാഅത്തിനെ മിസ്സാക്കാതിരിക്കുക. ജമാഅത്ത് ഒന്നുകൂടെ പറയാണ്, ജമാഅത്ത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കാണ് നിർബന്ധം. നസായില് വന്നിട്ടുള്ള ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അന്ധൻ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വഴികാട്ടിയില്ല, അതിനാൽ അങ്ങ് എനിക്ക് വീട്ടിൽ വെച്ച് നമസ്കാരം നിർവഹിക്കാൻ ഇളവ് തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇളവ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അയാൾ തിരിച്ചു പോകാൻ ആരംഭിച്ചപ്പോൾ അയാൾ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? അതെ. ഈ വന്ന ആൾ പറഞ്ഞു അതെ. അപ്പോൾ പ്രവാചകൻ മറുപടി പറഞ്ഞു, എങ്കിൽ നീ അതിന് ഉത്തരം നൽകണം അല്ലെ. ബാങ്ക് കേൾക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക്, അതായത് ഒരു അന്ധനായ മനുഷ്യന് പോലും ജമാഅത്ത് സ്കിപ്പ് ചെയ്യാനുള്ള അവസരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടില്ല. മറ്റൊരു ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്, അതായത് ഒരാള് പള്ളിയിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഒരു പക്ഷെ അയാൾ ലേറ്റ് ആയിട്ട് വന്നതായിരിക്കാം, അതുകൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തിയ ആളായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ആർക്കൊരു സദഖ കൊടുക്കാൻ പറ്റും? അതായത് ഈ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആൾക്ക് ആര് ഒരു സദഖ കൊടുക്കും, അതായത് ആര് ഇയാളുടെ കൂടെ നമസ്കരിക്കും? അപ്പം അയാളുടെ പ്രതിഫലം 27 ഇരട്ടി വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പം അത്ര പോലും ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുമായിരുന്നില്ല. ഇനി ജമാഅത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി വഴിയെ പല ആയത്തുകൾ വരുമ്പോഴും കാണാം. പക്ഷെ ഇപ്പം നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, ഒരു ജമാഅത്ത്, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജമാഅത്തിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടെങ്കിൽ, വീട്ടിൽ നമുക്ക് ജമാഅത്ത് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാക്കുക. ഒരു ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മീൻസ് അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുക, ആ അവസരം ഉപയോഗിക്കുക. കാരണം നമുക്കറിയില്ല അല്ലെ, നമ്മളുടെ വിധി നിർണയ ദിവസത്തിൽ ഖിയാമത്ത് നാളിൽ എന്താ സംഭവിക്കാന്ന്. കാരണം നമ്മൾ അപ്പോൾ ഒരു ചെറിയൊരു നന്മയെങ്കിലും, ഒരു അണുമണി തൂക്കമെങ്കിലും ഒരു എക്സ്ട്രാ നന്മ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അന്ന്. ഉറപ്പായിട്ടും നമ്മളെല്ലാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പം ഈ 27 ഇരട്ടിയിലെ പ്രതിഫലം നമ്മൾ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരായിരിക്കും.
നമ്മളൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ആരുടെയെങ്കിലും കൂടെ ഷോപ്പിങ്ങിന് പോവുക, നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ആരുടെയെങ്കിലും കൂടെ. അപ്പൊ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അവർ കുറെ കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കുറവാ, അതോ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങായിരുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് അല്ലെ? പലതും കാണുമ്പോൾ ഒരു മാളിലൊക്കെ പോയിട്ട് പലതും കാണുമ്പോൾ അല്ല കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോഴായിരിക്കില്ല, മുമ്പ് നമുക്ക് അതുപോലെയുള്ള പല കാര്യങ്ങളോടും ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഒത്തിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങായിരുന്നു അല്ലെ, കുറച്ചും കൂടെ പൈസ കൊണ്ടുവന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ദുനിയാവിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും കുറച്ചും കൂടെ തോന്നാറുണ്ട് അല്ലെ. പക്ഷെ സ്വർഗത്തിന്റെ കാര്യം അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ കാര്യം നമുക്ക് തോന്നുമ്പോൾ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതി, അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും വേണ്ട അല്ലെ. സ്വർഗത്തിന്റെ ഒരു മൂലയെങ്കിലും കണ്ടാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ സത്യമായിട്ടും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ മനോഹാരിത കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് തോന്നുന്നതിനേക്കാളും, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ നമ്മളുടെ നന്മയുടെയും തിന്മയുടെയും അളവെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇപ്പൊ തന്നെ തോന്നുന്നതാണ്. കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പൊ തോന്നുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജമാഅത്തായിട്ട് നമസ്കരിക്കാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. വർക്കഉ മഅർ റാക്കിഈൻ, മറ്റ് നമസ്കരിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുക. പുരുഷന്മാർക്കാണ് നിർബന്ധം, എന്നാലും നമ്മൾ സ്ത്രീകൾ വെറുതെ അല്ലെ ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് വീടുകളിൽ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട. അടുത്ത ആയത്ത് അതഅ്മുറൂനന്നാസ ബിൽബിർരി അല്ലെ. അപ്പൊ ബനി ഇസ്രായേലിന്റെ അടുത്ത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രത്യേകിച്ച് ബനി ഇസ്രായേലിലുള്ള പണ്ഡിതന്മാരുടെ അടുത്താണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയുമാണോ? അതും വേദം ഓതിക്കൊണ്ടിരിക്കെ നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണല്ലേ, അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ? ആ ക്വസ്റ്റ്യൻ ആണ്. തഅ്മുറൂന ഹംസ മീം റാ അമ്ര കൽപ്പന. നിങ്ങൾ എല്ലാവരും അവരോട് കൽപ്പിക്കുകയാണോ? നിങ്ങൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണോ? ആർക്ക്? അന്നാസ് ജനങ്ങൾക്ക്. എന്തിന്? ബിൽ ബിർരി നന്മയെ കൊണ്ട് ഉപദേശിക്കുക, അതായത് നന്മ ചെയ്യാൻ വേണ്ടി അവരോട് നിങ്ങൾ കൽപ്പിക്കുകയാണോ? ബിർറ് ബ റോ റോ. ബിർറ് എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഓക്കെ, നന്മ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് ബർറ്, ബ റോ റോ. ബർറ് എന്ന് പറയുന്നത് ലാൻഡ്, കരയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ബഹറൽ ഫസാദു ഫിൽ ബർറി വൽ ബഹ്റി. ബഹ്ർ എന്ന് പറഞ്ഞാൽ കടല്, ബർറ് എന്ന് പറഞ്ഞാൽ കര. ഓക്കെ, നമ്മളൊരു കരയെ കുറിച്ച്, ലാൻഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ലാൻഡില് ഒരുപാട് വെറൈറ്റിയാണ് അല്ലെ. ചെടികളാണെങ്കിലും മരങ്ങളാണെങ്കിലും മലകളാണെങ്കിലും ഈവൻ ഒരു പുല്ലാണെങ്കിൽ പോലും പല വെറൈറ്റിയാണ്, മണ്ണാണെങ്കിൽ പോലും പല വെറൈറ്റിയാണ്. അപ്പം ഒരുപാട് വെറൈറ്റി ഉള്ള എന്താണ് ചിത്രങ്ങളാണ് നമ്മൾ ലാൻഡിനെ കുറിച്ച്, കരയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അതേപോലെ വേണം ബിറിനെ നമ്മൾ മനസ്സിലാക്കാൻ. ബിറ് എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നന്മയല്ല, ഒരുപാട് വെറൈറ്റി നന്മകൾ. അപ്പൊ നിങ്ങള് ആളുകളടുത്ത് നന്മകൾ, അതും ഒന്നല്ല ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി ആളുകളോട് കൽപ്പിക്കുകയാണോ? പല വെറൈറ്റി നന്മകൾ ചെയ്യാൻ വേണ്ടി ആളുകളോട് കൽപ്പിക്കുകയും വതൻസൗന അംഫുസക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോവുകയുമാണോ? തൻസൗന നൂൻ സീൻ യ നസിയ, മറന്നു പോവുക. ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മറന്നു പോവുക. അല്ലെങ്കിൽ നിസ്യാൻ എന്നുള്ള വാക്കിന് മറവീന്റെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ഇഗ്നോർ ചെയ്യുക, അശ്രദ്ധരായിരിക്കുക എന്നുള്ള അർത്ഥവും കൂടെ ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോകുമ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കൂല അല്ലെ, ആ കാര്യം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും, നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കൂല. അപ്പൊ വതൻസൗന അംഫുസക്കും, നിങ്ങളെ തന്നെ മറന്നു പോവുകയാണ്. നഫ്സിന്റെ പ്ലൂറലാണ് അംഫുസ്. നിങ്ങൾ ആളുകളോട് അത് ഇത് ചെയ്യുന്ന പറഞ്ഞ ഒരുപാട് നന്മകൾ ചെയ്യാൻ കൽപ്പിക്കുകയും നിങ്ങൾ ചെയ്യുന്നുമില്ല അല്ലെ. നിങ്ങൾ പ്രീച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നാണോ? ഇത് സത്യം പറയുകയാണെങ്കിൽ ബനി ഇസ്രായേലിന്റെ ഇടക്ക് ആ ഒരു സമയത്ത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നു. എസ്പെഷ്യലി അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പണ്ഡിതന്മാർ, കാര്യങ്ങൾ അറിയുന്ന, ഗ്രന്ഥങ്ങൾ അറിയുന്ന ആളുകളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നു. അവർക്ക് എല്ലാ ഇൽമും
ഉണ്ടാവും, അവരെല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഇതാണ് ശരി, ഇതാണ് തെറ്റ്, നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ അവര് ചെയ്യുന്നതോ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഹിസ്റ്ററി, അദ്ദേഹം ഇസ്ലാം ആവുന്നതിന് മുമ്പുള്ള സ്റ്റോറിയിൽ നിന്ന് ഒരു 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 കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം സൽമാൻ അൽ ഫാരിസി അദ്ദേഹം പേർഷ്യയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അഗ്നി ആരാധകനായിരുന്നു. ഒരു കുട്ടിയായിരിക്കും അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, ഒരു അഗ്നി ആരാധകനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴോ ജീവിതത്തിൽ ക്രിസ്ത്യാനികളെ കാണുകയും അവരുടെ ഇബാദത്തിൽ ഇംപ്രസ്ഡ് ആവുകയും ചെയ്തിട്ട് അതാണ് ശരി എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുടുംബം വിട്ട് ഈ ക്രിസ്ത്യൻ പ്രീസ്റ്റുകളുടെ കൂടെ, അതായത് പേർഷ്യ വിട്ടിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകും. അങ്ങനെ ഒരു 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 പ്രീസ്റ്റ് കഴിഞ്ഞ അടുത്ത പ്രീസ്റ്റായിട്ട് അങ്ങനെ അവരുടെ കൂടെ നിന്ന് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി പഠിച്ച് കൂടുതൽ ആ ഒരു രീതിയിൽ നല്ല മനുഷ്യനാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം മദീനയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു അടിമയായിട്ട് ഒരു ജൂതന് വിൽക്കുകയും അങ്ങനെ അദ്ദേഹം മദീനയിൽ എത്തപ്പെടുകയാണ് ചെയ്തത്. അതായത് മദീനയിൽ എത്തുന്നതിന്റെ കാരണം തന്നെ എന്താന്ന് വെച്ചാല് ഈ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ച അവസാനത്തെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫാദർ പറഞ്ഞു കൊടുക്കാണ്, ഇനി നീ ആ ലാൻഡിലേക്ക് പോയിക്കോ, അവിടെയാണ് അവസാനത്തെ പ്രവാചകൻ വരാം, അയാൾ വരാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. അപ്പം പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതുപോലെ ഓരോ ഫാദർമാരുടെ കൂടെ നിന്ന് ക്രിസ്ത്യാനിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രീസ്റ്റ്, ഇദ്ദേഹമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാദറാണ്, ഒരു എന്താണ് അവരുടെ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയാവുന്ന ഒരാൾ ക്രിസ്ത്യാനിറ്റിയിൽ. അപ്പം ഇയാൾ ആളുകളുടെ അടുത്തൊക്കെ പറയായിരുന്നു നിങ്ങൾ എന്താണ് ദാനധർമ്മം ചെയ്യണം, ധാരാളം ധർമ്മം കൊടുക്കണം എന്നൊക്കെ പറയണം. ആൾക്കാർക്ക് ഇയാളുടെ കയ്യിൽ കുറേ ഇതുപോലെ ദാനധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ, പൈസയാണെങ്കിലും എന്താണെങ്കിലും കൊണ്ടേ കൊടുക്കും. പക്ഷെ ഈ പറയുന്ന വ്യക്തി, അതായത് ഈ ഒരു പണ്ഡിതനോ അവരുടെ ഫാദറോ ആരെങ്കിലും ആവട്ടെ, അയാളെ ഈ കിട്ടിയ പൈസകളൊക്കെ അയാളുടെ അടുത്ത് അത് കളക്ട് ചെയ്ത് വെക്കും, പാവങ്ങൾക്ക് കൊടുക്കുകയില്ല. അപ്പം ഇത് സൽമാൻ അൽ ഫാരിസി കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്താണ്, ഇത് ഒരു ശരിയായ ഏർപ്പാടല്ല. കാരണം ആളുകളുടെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷെ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചാരിറ്റി, പക്ഷെ ഇയാൾ ഇത് പുറത്ത് ആർക്കും കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഇടയിൽ ആ ഒരു സമയത്തുള്ള ജൂയിഷ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലീഡേഴ്സിന്റെ ഇടയിൽ ഭയങ്കര കോമൺ ആയിരുന്നു. അവർ ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യും, പക്ഷെ അവരത് അവരുടെ കയ്യിൽ തന്നെ വെക്കും, പുറത്തേക്ക് കൊടുക്കൂല. ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉപദേശിക്കും, പക്ഷെ അവര് ഏറ്റവും 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 മോശപ്പെട്ട ക്രിമിനൽസ് ആയിരുന്നു, ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജൂതന്മാരിൽ ഉണ്ടായിരുന്ന അന്നത്തെ നേതാക്കൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അവരെ ഓർമ്മിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യാൻ പറയുകയും ചെയ്തിട്ട് നിങ്ങൾ സ്വയം അത് മറന്നു പോവുകയാണോ? ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ നിഫാഖ് എന്ന് പറയുന്നത്, അല്ലെ? രണ്ട് മുഖം കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യമാണത്. കാരണം ഇത് ചതിയാണ്, അല്ലെ? ആളുകളെ ചതിക്കുകയാണ്. ആൾക്കാരുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് അവര് വേറെ ഒന്ന് ചെയ്യുക. ശരിക്കും ആരെയാണ് അവരിവിടെ ചതിക്കുന്നത്? അംഫുസക്കും, അല്ലെ? നിങ്ങളുടെ നെഫ്സിനെ തന്നെ, തൻസൗന അംഫുസക്കും, നിങ്ങളുടെ നെഫ്സിനെ തന്നെ മറന്നു പോവുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയത്തും ഇതുപോലെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു ജൂത കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരു മെയ്ഡ് അല്ലെങ്കിൽ സെർവന്റ് എന്നുള്ള പോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഈ കുട്ടി ഭയങ്കര രോഗബാധിതനായിട്ട് കിടപ്പില്ല, അതായത് മരണക്കിടക്കയിലായിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ കാണാൻ ചെല്ലുകയും അപ്പം അവനെ അതത്ത് സ്വീകരിക്കുക. അപ്പം ഈ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ജൂതനുമാണ്, അല്ലെ? ജൂതൻ കുട്ടിയല്ലേ? അപ്പം ഈ കുട്ടിക്ക് ചെറിയൊരു മടി. അപ്പൊ കുട്ടി പിതാവിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ പിതാവ് പറയും, അറ്റോയെ അൽ അബൂ ഖാസിം, നീ അബൂ ഖാസിമിനെ അനുസരിക്കുക, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നീ സ്വീകരിച്ചോ, വിശ്വസിച്ചോ എന്ന് പറയും. അങ്ങനെ ഈ കുട്ടി കലിമ ചൊല്ലി മരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമാവും, അല്ലെ? ഒരാളെയും കൂടെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി. പക്ഷെ ഈ ഫാദറോ, ഈ കുട്ടിയുടെ പിതാവ് ഇത് നോക്കി നിൽക്കുന്നുണ്ട്, അല്ലെ? കുട്ടിയുടെ അടുത്ത് നീ ഫോളോ ചെയ്തോ, നീ സ്വീകരിച്ചോ എന്ന് പറഞ്ഞു, പക്ഷെ അയാള് സ്വയം ചെയ്യുന്നില്ല. ഇത് അവരുടെ ഒരു രീതിയായിരുന്നു, ഈ ഒരു നിഫാഖ് എന്ന് പറയുന്നത്. അവര് മറ്റുള്ളവരോട് ചെയ്യാൻ പറയും, അവർക്ക് നന്മയാണെന്ന് അറിയുകയും ചെയ്യാം, പക്ഷെ അവര് സ്വയം ചെയ്യൂല.
അപ്പം അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും. നിങ്ങൾ സ്വയം മറക്കുകയാണോ? അതും നിങ്ങൾ ഇത് അറിയാണ്ടൊന്നും ചെയ്യുന്നതല്ല അല്ലേ? അൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. തത്ലൂന, ത ലാം വാവ്, തിലാവ, റെസിറ്റേഷൻ അല്ലേ? നമ്മൾ അർത്ഥം പറഞ്ഞു. റെസിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിലാവ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാരണം നമ്മൾ സാധാരണ പുസ്തകങ്ങളോ ഒന്നും ഇതുപോലെ ഖുർആൻ വായിക്കുന്നത് പോലെയല്ല വായിക്കുക അല്ലെ? അതിന്റെ ഓരോ വാക്കും എടുത്ത് പെറുക്കി വായിച്ച് ഒരൊറ്റ വാക്ക് മിസ്സാക്കാതെ, ഒരൊറ്റ അക്ഷരം മിസ്സാക്കാതെ, ഓരോ അക്ഷരവും ശ്രദ്ധിച്ച്, ഓരോ അക്ഷരവും എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ച്, നിർത്തേണ്ടടുത്ത് നിർത്തി, നീട്ടേണ്ടടുത്ത് നീട്ടിയില്ലേ? അങ്ങനെ ഓത് ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ ദൈവികമായ ഗ്രന്ഥങ്ങൾ മാത്രമാണ്. അപ്പം അത് അങ്ങനെ വായിക്കാന്ന് മാത്രമല്ല, അതിനെ ഓരോ വാക്കിനെയും നമ്മൾ ഫോളോ ചെയ്യും, ഓരോ വാക്കും നമ്മൾ മനസ്സിലാക്കും, ഓരോ വാക്കും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. മറ്റ് ഗ്രന്ഥങ്ങളൊന്നും ഇതുപോലെ നമ്മൾ ചെയ്യൂല അല്ലെ? അപ്പം അത് ഖിറാഅയാണ്. ഖിറാഅയും തിലാവയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഖിറാഅ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിക്കുക. നമ്മൾ വേറെ ഏതെങ്കിലും ബുക്കാണെങ്കിൽ ജസ്റ്റ് വായിക്കും. അതിൽ ഓരോ വാക്കും ഓരോ അക്ഷരവും നമുക്ക് മനസ്സിലായോ എന്ന് നമ്മൾ നോക്കൂല. അതിലുള്ള ഓരോ സെന്റൻസും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂല അല്ലെ? അപ്പം തിലാവ എന്ന് പറയുന്നത് അത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അൻതും, നിങ്ങൾ തത്ലൂനൽ കിതാബ്, നിങ്ങൾ ബുക്ക് തിലാവ ചെയ്യുന്നവരാണ് അല്ലെ? നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബുക്കിനെ കുറിച്ച് അവിടെ പറയുന്നത്? തൗറാത്ത് അല്ലെ? നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥം നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, വായിക്കുന്നവരാണ്, നിങ്ങൾ അറിവുള്ളവരാണ്, നിങ്ങൾക്ക് ദീനിനെ കുറിച്ച് അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയാം. മറ്റുള്ള എല്ലാ ആളുകളെക്കാളും അറിവുള്ളവര് ആണ്, കൂടുതൽ അറിവുള്ളവരാണ് അല്ലെ? നിങ്ങൾ ആൾക്കാരോട് നന്മ പറഞ്ഞു കൊടുക്കുന്നു, അതിനുള്ള അറിവ്, അതിനേക്കാളും അറിവ് നിങ്ങൾക്ക് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിരിക്കും ഈ കേൾക്കുന്ന ആൾക്കാർ. കാരണം അവർക്ക് നിങ്ങളെ അത്രയും അറിയൂലല്ലോ അല്ലെ? അവർക്ക് അറിയുന്ന കുറച്ച് അവര് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. ഒരു ആലിം വൈറ ആമിലായിട്ടുള്ള, അതായത് ഇൽമുണ്ട് എന്ന അമല് ചെയ്യാത്ത ഒരാള് എന്ന് പറയുന്നത് ഒരു ജാഹിലായിട്ടുള്ള ആളെക്കാളും വളരെ മോശപ്പെട്ട ആളാണ്. അതായത് ഇൽമുണ്ടായിട്ട് അമല് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത്, ജാഹിൽ എന്ന് പറയുന്നത് പൊതുവെ ലോ ആയിട്ട് നമ്മൾ കരുതുന്ന ആളാണ് അല്ലെ? അപ്പം ഇൽമുണ്ടായിട്ട് അമല് ചെയ്യാത്ത ആള് ഒരു ജാഹിലായിട്ടുള്ള ആളെക്കാളും മോശപ്പെട്ട ആളാണ്. നമ്മൾ പൊതുവെ അല്ലെ, നമ്മള് ഇൽമ ഒരുപാട് നേടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മൾ ആ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് ചെയ്യുന്നുണ്ട്, ഫിഖുണ്ട്, ഉലൂമുൽ ഖുർആനുണ്ട്, തജ്വീദ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നു. അവിടെ ഇജാസ എടുത്തിട്ടുണ്ട്, ഇവിടെ ഇജാസൊക്കെ പഠിക്കുന്നുണ്ട്, അവിടെ ആ കോഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഗ്രന്ഥം അല്ലെങ്കിൽ ആ കിതാബ് ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, ആ മുത്തൂന് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വളരെ അഭിമാനത്തോട് കൂടി പറയാറുണ്ട്. പക്ഷെ നമ്മളുടെ പ്രവർത്തനത്തിലേക്ക് അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ അത്രയും എൽമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഒരു പടി താഴെ കാണുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആരാ ശരിക്കും ഇവിടെ തെറ്റുകാര്? അൽമുള്ള അമല് ചെയ്യാത്ത ആൾക്കാരാണ് വളരെ മോശപ്പെട്ടവർ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഓരോ അൽമും അമലാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അൽമാക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ അൽമിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപാട് പഠിച്ച്, ഒരുപാട് പരീക്ഷ എഴുതി, ഒരുപാട് ഡിഗ്രി നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിലും പഠിച്ചതിനെ നമ്മൾ അമലാക്കി മാറ്റുന്നവരായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ചറിയുന്നവര് ഒരു പക്ഷെ അവര് ആ അറിയുന്നത് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് അറിയുന്നവര് ഒന്നും ചെയ്യാത്തവരായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകൾ പെടുന്നതിനെ കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സോ അൻതും തത്ലൂനൽ കിതാബ്. അപ്പം ആരെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം എന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? കൂടുതൽ അറിവുള്ളവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ? ഐൻ ഓഫ് ലാം, അഖൽ. അഖൽ എന്ന് പറഞ്ഞാല് ബുദ്ധി, ചിന്ത അല്ലെ? ഇന്റലക്ട്. ശരിക്കും അഖല എന്നുള്ള വാക്കിന്റെ അർത്ഥം കെട്ടുക എന്നുള്ളതാണ്. നമ്മള് ഒരു ഹദീസ് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലെ? ഒരാള് ഒട്ടകത്തിന്
കെട്ടാതെ ഇരിക്കുമ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പം അയാൾ പറയുന്നില്ല, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹു എന്റെ ഒട്ടകത്തിനെ ഇവിടെ നിലനിർത്തിക്കോളും എന്ന് പറയുമ്പോൾ എന്റെ ഒട്ടകം എവിടേക്ക് പോകില്ല. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറയുന്ന മറുപടി ഉണ്ട്, ഇഅ്ഖിൽ വതവക്കൽ, ഇഅ്ഖിൽ ഐൻ ഖാഫ് ലാം, നീ ഒട്ടകത്തിന് ആദ്യം കെട്ടിയിട്, എന്നിട്ട് റബ്ബിൽ തവക്കുൽ ചെയ്യുക. ഇവിടെയും അതേ ഐൻ ഖാഫ് ലാം തന്നെയാണ്. അക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കെട്ടുക, എന്തെങ്കിലും ജോയിൻ ചെയ്ത് വെക്കുക, കണക്ട് ചെയ്യാം. ശരിക്കും അക്കൽ അല്ലെങ്കിൽ നമ്മൾ റീസൺ ചെയ്യാം അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഡോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്യണം അല്ലെ. നമുക്ക് പല ഇൻഫർമേഷൻ ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇന്ന ഒരു അമല് ചെയ്യണം എന്ന് നമുക്കറിയായിരിക്കും, പക്ഷെ അതിന്റെ പിന്നിലെ ഹിക്മത്ത് നമുക്ക് വേറൊരു ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുമ്പോൾ അത് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, അക്കൽ. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നതാണ് അക്കൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പല 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 ഇൻഫർമേഷൻസിനെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് നമുക്ക് വേറെ തന്നെ ഒരു സെൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, റീസൺ ചെയ്യുന്നില്ലേ, നിങ്ങൾ എന്താണ് നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ഒരു വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അതേപോലെ അഖൽ ചെയ്യുന്ന വേറൊരു കണക്ഷൻ എന്താണ്, നമ്മളുടെ ഇൽമും നമ്മളുടെ പ്രവർത്തനവും തമ്മിൽ കണക്ട് ചെയ്യാണ്. നമ്മളുടെ ഇൽമിനെ നമ്മളുടെ ആക്ഷനെയും തമ്മിൽ കണക്ട് ചെയ്യാണ്. ഇൽമില്ലാണ്ട് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് വിഡ്ഢിത്താണ് അല്ലേ. അതുപോലെ ഇൽമ ഉണ്ടായിട്ട് ആക്ഷൻ ചെയ്യാതിരിക്കുന്നതും വിഡ്ഢിത്താണ്. ബുദ്ധിയുള്ള ആൾ എന്താ ചെയ്യുക, ഇൽമ നേടിയിട്ട് അത് വെച്ച് അമല് ചെയ്യും. അപ്പം അഖൽ എന്ന് പറയുന്നത് കണക്ട് ചെയ്യാണ്, ടൈ ചെയ്യാണ് രണ്ട് കാര്യങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ ആളുകളോട് പറയും നിങ്ങൾ അതന്നെ അത് മറന്നു പോവുകയും ചെയ്യുകയാണോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളിൽ പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഈ ഒരു ആയത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇത് തന്നെ, അതായത് നിങ്ങൾ മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ എന്താ വിഡ്ഢിത്തം അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള തിന്മയെ കുറിച്ച് എടുത്തു പറയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യം കൂടിയാണിത്. സൂറത്ത് സഫില് 61 അതായത് 2-3 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, വിശ്വസിച്ചവരെ നിങ്ങൾ ചെയ്യാത്തത് പറയുന്നത് എന്തിനാണ്. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. കബുറ മഖ്തൻ, അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്. ഇത് ഈവൻ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിന്മയായിട്ടുള്ള അല്ലെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ള ശിക്ഷ വാങ്ങിത്തരാൻ പോലും അർഹതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആളുകളോട് ഒരു കാര്യം ചെയ്യാൻ പറയുകയും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യാന്നുള്ളത് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു, ഇത് ശിക്ഷാർഹമായ കാര്യമാണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയില് നമുക്കറിയാം അല്ലെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുന്നിലൂടെ പാസ് ചെയ്യാനുള്ള അവസരം, അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് ഗൈബായിട്ടുള്ള പല കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപ്പം കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു തരത്തിലുള്ള ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടതായിട്ട് പറയുന്നുണ്ട് അല്ലെ. അവരുടെ ചുണ്ടുകള് തീന്റെ കത്രിക കൊണ്ട് കട്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ശിക്ഷ കൊടുത്തതെന്ന് മനസ്സിലാക്കിയപ്പം ചോദിച്ചപ്പോൾ മനസ്സിലായത്, ഇവര് നന്മ മറ്റുള്ളവരെ കൽപ്പിക്കുകയും അവര് സ്വയം അത് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, ആളുകളെ തിന്മയിൽ നിന്ന് വിരോധിച്ചു, പക്ഷെ അവര് സ്വയം അത് ചെയ്യാത്ത ആളുകളാണ്. ആളുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടത്. അപ്പം മരണത്തിന് ശേഷം ഈവൻ വിധി നിർണയത്തിന്റെ മുന്നേ ആണെങ്കിലും ഈവൻ നരകത്തിലാണെങ്കിലും ഭയങ്കര ശിക്ഷയുള്ള ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാള് വിധി നിർണയ ദിവസത്തിൽ അയാളെ കൊണ്ടുവന്നിട്ട് അയാളെ നരകത്തിലെ തീയിലേക്ക് എറിയും. എന്നിട്ട് അയാളുടെ കുടല് അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വീണ് കിടക്കും. എന്നിട്ട് അയാൾ ഇങ്ങനെ അതിന്റെ ചുറ്റും അതിങ്ങനെ വലിച്ചുകൊണ്ട് അതിന്റെ ചുറ്റും ഒരു എന്താ പറയാ ഒരു തൂണിന് ചുറ്റും ഓടുന്നത് പോലെ അയാളുടെ കുടല് വലിച്ച് ഓടുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്,
അപ്പം ഇത് കാണുമ്പം ആളുകൾ, നരകത്തിലുള്ള മറ്റാൾക്കാർ ചോദിക്കും, എന്താ നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾ ഞങ്ങളോട് നല്ലത് ചെയ്യാനും തിന്മ ചെയ്യരുത് എന്നും പറഞ്ഞ ആളല്ലേ, എന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ മറുപടി പറയും, അതേ, ഞാൻ നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു, തിന്മ വിരോധിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് സ്വയം ചെയ്തില്ല, ഞാൻ ആ നന്മകൾ ചെയ്തില്ല, ഞാൻ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നില്ല. നമ്മൾ വളരെ 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 അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദീൻ പഠിക്കുമ്പോൾ അല്ലെ, നമുക്ക് ഇൽമ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര എന്താണ് ഒരു ത്വരയാണ് മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. മറ്റുള്ള നീ ഇത് ചെയ്യുന്ന അത് ശരിയല്ല, നീ അത് ചെയ്യുന്ന ഇത് ശരിയല്ല, അങ്ങനെ ഇങ്ങനെ, അത് കാണരുത്, ഇത് കേൾക്കരുത്, നീ എണീക്കുക, നിസ്കരിക്കുക, അത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇതൊന്നും ചെയ്യരുത് എന്നല്ല കേട്ടോ പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം ഇൻഷാ അള്ളാ. അപ്പൊ പക്ഷെ നമ്മളത് അവരുടെ അടുത്ത് പറയുകയും നമ്മളുടെ പ്രവർത്തനങ്ങൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലെ. മാതാപിതാക്കൾ മക്കളോടാണെങ്കിലും അല്ലെ, നിങ്ങൾ എനിക്ക് നിസ്കരിക്കുക, നിനക്ക് സമയമായില്ലേ, നിസ്കരിക്കാൻ അറിഞ്ഞൂടെ, പാട്ട് കേട്ടുകൂടാ, യൂട്യൂബ് കണ്ടുകൂടാ എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. നമ്മളൊക്കെ നമ്മൾ അത് ചെയ്യുന്നവരും അയക്കാം. അങ്ങനെയുള്ള അവസ്ഥകൾ, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ മുനാഫിക്കിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കും. ഇനി മറ്റുള്ളവരോടാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ അത് സംഭവമാണെന്നുള്ള പോലെ നമ്മൾ കൽപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരുപക്ഷെ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അത് ചെയ്യാറും ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് മിക്കവാറും മക്കള് ചില സമയത്ത് ചോദ്യം ചെയ്യുന്നത് കാണാം, അല്ലെ, ഉമ്മ ചെയ്യുന്നില്ലല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ വാക്കുകളെക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളാണ്. അവർ കാണുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരുപാട് അവരെ ഉപദേശിച്ചത് കൊണ്ടായില്ല, അവർക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ ഫോളോ ചെയ്യും. ഇത് റിലീജിയസ് കാര്യങ്ങളിൽ നിന്നല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടർന്നുള്ള ആയത്ത് വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ആയത്ത് 45. നിങ്ങൾ ക്ഷമയും നമസ്കാരവും അതിലൂടെ എന്താണ് നിങ്ങൾ സഹായം തേടുക. ക്ഷമയും നമസ്കാരവും അല്ലെ, അതിലൂടെ സഹായം നേടുക. ഇത് ചെറിയ ചെറിയ തോതിൽ ഭാരമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. പലപ്പോഴും നമുക്ക് എന്താണ് ഇഖാമത്ത് സ്വലാ, നമസ്കാരം കറക്റ്റ് സമയത്ത് അതിന്റെ എല്ലാ റുക്കനുകളോടും കൂടി ഖുശൂവോടി കൂടി നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലേക്ക് നമ്മൾ ആരും ഇപ്പോഴും എത്തിയിട്ടില്ല അല്ലെ. സത്യമായിട്ടും പറയുകയാണെങ്കിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. നമുക്കൊക്കെ ഇപ്പോഴും അതൊരു ചലഞ്ചാണ് അല്ലെ. കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഖുശൂവോടുകൂടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷെ മറ്റുള്ളവരോട് പറയും, നിങ്ങൾ ഖുശൂവോടുകൂടി നിസ്കരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ തലയിൽ കൂടെ പല കാര്യങ്ങളും പോണത്. അല്ലാ, ഞാൻ ഉപ്പിട്ടില്ലല്ലോ കറിയില്, അല്ലെങ്കിൽ കുക്കർ അടച്ചപ്പോ വിസിലിട്ടില്ലല്ലോ അല്ലെ. എന്താണ്, നമ്മൾ മനുഷ്യന്മാരാണ്, അത് സ്വാഭാവികമാണ്. നമ്മളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ഓക്കെ, നമ്മള് മുനാഫിക്കുകളുടെ കാര്യം പഠിച്ചപ്പോ പറഞ്ഞിരുന്നു അല്ലെ. കളവ് പറയാൻ പാടില്ല, നമ്മളൊരു പ്രോമിസ് കൊടുത്താൽ അത് പാലിക്കണം, അല്ലെങ്കിൽ എന്താണ് വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ, അവര് കളവ് പറഞ്ഞവർ ആയതുകൊണ്ട് അവർക്ക് ശിക്ഷയുണ്ട് അല്ലെ, വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ പഠിച്ചപ്പോ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇല്ല ഞാൻ ഇനി കളവ് പറയൂല, ഞാൻ ഇനി ഒരിക്കലും ഒരാൾക്കൊരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യൂല. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പ്രോമിസ് കൊടുക്കും, ചിലപ്പം നമുക്ക് ബ്രേക്കായി പോവും, നമ്മൾ സ്ലിപ്പായി പോവും. പക്ഷെ ഇത് എന്താണ്, നിങ്ങൾ പ്രോമിസ് കൊടുത്ത് ബ്രേക്ക് ആക്കിക്കോ എന്നല്ല പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു പക്ഷെ നമ്മൾ കൊടുത്ത പ്രോമിസുകൾ നമ്മളോട് ബ്രേക്ക് ആയി പോകും. നമ്മൾ ഒരിക്കലും കളവ് പറയില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ തൊട്ട് മുന്നത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് പറയരുത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്യണം. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ അള്ളാഹ്, ഇനി ഞാൻ മനുഷ്യന്മാരോട് ആരോടും ഒന്നും പറഞ്ഞു കൊടുക്കൂല. വേഗം നമ്മളെ മനസ്സിൽ വന്ന ചിന്തയാണ് അതല്ലേ, അള്ളാഹ് ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇനി ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കൂല, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല അല്ലെ. നമ്മളെ മനസ്സിൽ ആ പേടി കൊണ്ട് വരുന്ന ഒരു ചിന്തയാണ്. കാരണം ഞാനിത് പെർഫെക്റ്റ് അല്ലല്ലോ, ഞാൻ ചെയ്യുന്നതൊന്നും പെർഫെക്റ്റ് അല്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും? ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് അല്ലെ. പക്ഷെ നമ്മൾ ഓർക്കുക, നമ്മൾ വീക്കാണ്, നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. നമുക്കൊരു നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് എഫേർട്ട് ഇടണം. ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടണം. ഒരിക്കലും നമുക്ക് ഒരു ലെവലിൽ എത്താൻ പറ്റില്ല അവിടെ, അതായത് ഞാൻ ഈ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്,
ഞാൻ ഈ തിന്മ ചെയ്യുന്നേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഈ നന്മ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കറക്റ്റായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് സ്വീകാര്യമായ രീതിയിൽ ഞാനിത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഇത് മറ്റുള്ളവരോട് പറയാം എന്നൊരവസ്ഥയിൽ നമ്മൾ ആരും എത്തൂല. അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ആയത്ത്. ഇനി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്, ഞാൻ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കളവ് പറയാണ്, അല്ലെങ്കിൽ അവര് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അവരുടെ മനസ്സിൽ വെച്ചിട്ടുള്ളത്. അവര് വിഡ്ഢിത്തമാണ് അവരുടെ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു അവസ്ഥയിൽ, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നവരായിട്ടാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ തരുകയാണ് അല്ലെ. തൊട്ട് മുന്നേ അള്ളാഹു നമ്മളൊന്ന് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും ചോദിച്ചിട്ട്, നിങ്ങൾ മറ്റുള്ളവരോട് നന്മ കൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വയം അത് മറന്നു കളയുകയാണോ എന്ന് ചോദിച്ച് പേടിപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ തരുകയാണ്. എന്ത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. എനിക്കറിയാം ഇത് പ്രയാസമാണ്, നിങ്ങൾക്ക് അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് കൽപ്പിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് നന്മ ചെയ്യാൻ, തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ബനി ഇസ്രായേലിലെ ഉലമാക്കളെ ആണ് കഴിഞ്ഞ ആയത്തിൽ റെഫർ ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താണ് അതഅ്മുറൂനന്നാസ ബിൽ ബിർരി എന്ന് പറയുന്നിടത്ത്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്ത് നിങ്ങൾ എന്നാ പറയുന്നത് നിർത്ത്, ആളുകളോട് പറയുന്നത് നിർത്ത്, നിങ്ങൾ ചെയ്യാത്ത കാര്യം പറയരുത് എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുള്ളത് അല്ലെ. നിങ്ങൾ ആളുകളോട് പറയുകയും നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്ത് പറയാണ്, എന്ത്? നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്, അല്ലാതെ നിങ്ങൾ ആൾക്കാരോട് പറയുന്നത് നിർത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു പക്ഷെ ആ ആയത്തിന്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ ഇപ്പൊ കടന്നു പോയിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും, ഇല്ല ഞാനിനി ആരോടൊന്നും പറയൂല, ഞാൻ പെർഫെക്റ്റ് അല്ല എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ അത് ചെയ്തുകൊണ്ടും ഇരിക്കുക, പറഞ്ഞിട്ട് ചെയ്യാതിരിക്കരുത്. അപ്പം എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്ന കാര്യം ഉറപ്പാക്കുന്നത്? നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെ കൊണ്ട് ഒരു പക്ഷേ ചിലപ്പം പറഞ്ഞത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ നമ്മളതിൽ നിന്ന് മിസ്സായി പോവും, നമുക്ക് തെറ്റുപറ്റി പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ സഹായം തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. വസ്തഈനു ഐൻ വാവ് നൂൻ, സഹായം തേടുക അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്തആന യസ്തഈനു, സഹായം തേടുക, ഔൻ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾ തേടുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം തേടുക. എസ്പെഷ്യലി നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ, എസ്പെഷ്യലി നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് നിങ്ങൾ തേടേണ്ടത്? വെറുതെ ഇങ്ങനെ ഇരുന്ന് സഹായം തേടാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇല്ല, അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രത്യേക ഫോർമാറ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ബിസ്സബർ, എന്ത്? ക്ഷമ കൊണ്ട്, വസ്സലാഹ്, നമസ്കാരം കൊണ്ട്. സൊബർ സ്വാദ് ബ റോ. സൊബർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെടുത്ത് ഒരാള് എന്താണ് ക്ഷമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പല രീതിയിൽ നമുക്ക് അതിന് ആൻസർ കൊടുക്കാം അല്ലെ. ബുദ്ധിമുട്ടുള്ള സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പം അതിനെക്കുറിച്ച് പരാതി പറയാതെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പ്രതീക്ഷ ഉണ്ടായിരിക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അതായത് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും തെറ്റ് ചെയ്യാതെ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കുക, അല്ലെങ്കിൽ വളരെയധികം വിഷമമുള്ളപ്പോഴും ഈമാൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ തൃപ്തരായിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് സബറിന് പറയാം. സബർ എന്ന വാക്കിന്റെ ലിറ്ററൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഹബ്സുൻ നഫ്സ് ആണ്. ഹബ്സ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക, നമ്മളുടെ നഫ്സിനെ കൺട്രോൾ ചെയ്യലാണ് സബർ, സെൽഫ് കൺട്രോൾ. സബർ 3 തരത്തിലാണ്, ശ്രദ്ധിക്കുക. സബർ എന്ന് പറയുന്നത് 3 രീതിയിലാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഒന്ന്, നമ്മളുടെ പ്രയാസങ്ങൾ വരുമ്പോഴുള്ള സബർ. നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മളുടെ നഫ്സിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ കരയുക, ഒച്ചവിളി ഉണ്ടാക്കുക, കംപ്ലെയിൻ ചെയ്യലേ, എന്നാലും എനിക്കിത് സംഭവിച്ചല്ലോ, എന്നാലും അള്ളാഹു എന്നോട് ഇത് ചെയ്തല്ലോ, എന്നിട്ട് നിർത്തുക, എന്നെ കൊണ്ട് ഇനിയൊന്നും പറ്റൂല അല്ലെ. അതാണ് നമ്മളുടെ നഫ്സിന് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ ഹബ്സുൻ നഫ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്പൊ ക്ഷമ കാണിക്കേണ്ടത്? നമ്മള് ദേഷ്യപ്പെടാതിരിക്കുക, കരയാതിരിക്കുക, ഒച്ചയും വിളി ഉണ്ടാക്കാതിരിക്കുക, ആളുകളോട് പരാതി പറയാതിരിക്കുക, ഒരു തരത്തിലുള്ള നെഗറ്റീവ് റിയാക്ഷനും കാണിക്കാതെ ഹബ്സ് ചെയ്യുക, നഫ്സിനെ കൺട്രോള് ചെയ്യുക.
അതാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകൾ വരുമ്പോഴുള്ള ക്ഷമ. ഇനി അടുത്ത ക്ഷമ എന്ന് പറയുന്നത് നന്മ ചെയ്യുന്ന കാര്യത്തിലുള്ള ക്ഷമയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും, മനുഷ്യനാണെങ്കിൽ അതില് ചലഞ്ചസ് വരും. കാരണം നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ, നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളൊരു നന്മ ചെയ്യാൻ ഇറങ്ങിയോ, നിങ്ങൾക്ക് അവിടെ ചലഞ്ചസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. മനുഷ്യന്മാരാണെങ്കിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ തീരുമാനിക്കുക, അല്ലാ എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ നിർത്തി, അല്ലേ, ഞാൻ നിർത്തി, ഇനി എന്നെ കൊണ്ട് ഇത് പറ്റൂല. പക്ഷെ ഇവിടുത്തെ സബർ എന്താണ്? അത് ചെയ്തുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ കുറച്ചു നേരത്തെ പറഞ്ഞു അല്ലേ, നിങ്ങൾ മറ്റുള്ളവരോട് നന്മ പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യാണോ എന്ന് ചോദിച്ചപ്പോഴേക്ക് നമ്മൾ തീരുമാനിച്ച, എന്നാ പിന്നെ ഇനി ഞാൻ ചെയ്യുന്നില്ല, ഇനി ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാ നമ്മൾ തീരുമാനിച്ചല്ലേ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായം തേട്, സ്വബർ കൊണ്ട് സഹായം തേട്. അതായത് നിങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് അവിടുത്തെ സ്വബർ. നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചാലഞ്ചസും വരും. ഓരോ ഫേസിലും അതിന് ഓരോ രീതിയിലുള്ള ചാലഞ്ചസ് ആയിരിക്കും വരാം. നന്മ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ചലഞ്ചസ് ആവില്ല അതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ അടുത്തടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ വേറെ വേറെ തരത്തിലുള്ള ചലഞ്ചസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കീപ് ഡൂയിങ് ഇറ്റ്, അത് വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മള് ബന്ധങ്ങൾ നിലനിർത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കുടുംബ ബന്ധങ്ങൾ അതെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു നന്മയാണ്, നമുക്കറിയാം അല്ലെ. അപ്പം നമ്മൾ ആൾക്കാരോട്, നമ്മളുടെ ബന്ധുക്കളോട്, അല്ലെങ്കിൽ സിലത്തുൽ അർഹാം എന്ന് പറയുന്ന നമ്മളുടെ രക്തബന്ധങ്ങൾ അത് നിലനിർത്തുന്ന കാര്യത്തിൽ അവരോട് നമ്മൾ നന്നായിരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. അപ്പം അങ്ങനെ തീരുമാനിച്ച് ഏതെങ്കിലും ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഞാൻ വിളിക്കുകയാണ്, ഓക്കെ, എൻ്റെ അമ്മായിനെ അല്ലെങ്കിൽ മൂത്താപ്പൻ്റെ മോനെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഞാൻ അവനോട് നല്ലോണം സംസാരിക്കുകയാണ്. അപ്പം തിരിച്ചിട്ട് വളരെ മോശപ്പെട്ട വാക്കുകളാണ് വരുന്നത്. വീണ്ടും വിളിച്ചു, വീണ്ടും മോശപ്പെട്ട വാക്കാ, ഞാൻ നിർത്തി, ഇത് എന്റെ അവസാനത്തെ കോള, എന്നെ കൊണ്ട് ഇനി പറ്റൂല. അത് സബറല്ല. അവിടുത്തെ സബർ എന്ന് പറയുന്നത് നമ്മൾ നന്മയിൽ നന്മ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പം വസ്തായിനു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പം അതിന്റെ ഫോർമാറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ബിസ്സബർ, സ്വബർ കൊണ്ട്. സ്വബർ 3 രീതിയിലാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, പരീക്ഷണങ്ങൾ വരുമ്പം അവിടെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഇല്ലാതെ, പരാതി ഇല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശപിച്ചുകൊണ്ട് പഴിച്ചുകൊണ്ട് നിൽക്കാതെ ക്ഷമയോടുകൂടി അല്ലെ അതിനെ സ്വീകരിക്കുക. മനസ്സ് പോസിറ്റീവ് ആക്കിയിട്ട് അള്ളാഹുൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈമാനോട് കൂടി സ്വീകരിക്കുക. രണ്ടാമത്തത് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഏതൊരു നന്മയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ ചലഞ്ചസ് വരും. അപ്പൊ അവിടെ അത് നിർത്തിക്കളയലല്ല, അതില് കണ്ടിന്യൂ ചെയ്യുക, ക്ഷമയോടുകൂടി അത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ സ്വബർ. ഇനി മൂന്നാമത്തെ സ്വബർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണയിൽ നിന്ന്, അതായത് മാസിയത്തിൽ നിന്ന് മാറുന്ന, അതിലെ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തിലുള്ള ക്ഷമ. അതായത് നമ്മൾ തീരുമാനിക്കുകയാണ്, ഓക്കെ, ഇനി ഞാൻ ഒരാളെ കുറിച്ചും നെഗറ്റീവ് സംസാരിക്കൂല, അല്ലെ, അഴിബ, നമീമ പോലെയുള്ള കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യൂല, തീരുമാനിച്ചു. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് തീരുമാനിച്ചു, ഇനി ഞാൻ അത് ചെയ്യൂല എന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ അറിയാതെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെടുകയാണ്. അവിടെ നമുക്ക് വെറുപ്പുള്ള ഒരാളെ കുറിച്ച് ആരോ സംസാരിക്കുന്നത് കേൾക്കുന്ന, നമുക്ക് സ്വാഭാവികമായും ഒരു ചെറിയ ടെംപ്റ്റേഷൻ ആണ് അല്ലെ, അയാളെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ, അയാൾ ഇങ്ങനത്തെ ആളാണ് എന്ന് പറയാൻ, അതൊരു ജ്യൂസി ഫീലിംഗ് ആണ്. അതിനകത്തേക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ നമുക്ക് വല്ലാത്തൊരു ടെംപ്റ്റേഷൻ ആണ് നമ്മളുടെ ഉള്ളിൽ. നമ്മളൊരു തിന്മ നമ്മൾ വേണ്ടാന്ന് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതുപോലത്തെ സാഹചര്യങ്ങൾ തന്നെ നമ്മളെ മുമ്പിൽ വരും, അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇവിടുത്തെ സ്വബർ എന്താണ്? അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഏതായാലും തീരുമാനിച്ചു, പക്ഷെ എന്താക്കാനാ, സിറ്റുവേഷൻ വന്നു പോയില്ലേ, എന്നെ കൊണ്ട് പറ്റൂലേ, ഇനിയിപ്പോ ചെയ്യന്നെ. അവിടെ എന്താണ്? അത് സ്വബറില്ലായ്മയാണ്. അപ്പൊ നമ്മൾ ഒരു തിന്മ ചെയ്യരുതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ആ തിന്മയുടെ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യല്, അവിടെ നമ്മൾ വായ തുറക്കാതിരിക്കൽ, അല്ലെങ്കിൽ ആ സീനിൽ നിന്ന് രക്ഷപ്പെടൽ. ഇനി ഏറ്റവും ചുരുങ്ങിയത് ആരെക്കുറിച്ചാണോ അവിടെ തിന്മ പറയുന്നത് അയാളെ കുറിച്ച് നന്മകൾ പറഞ്ഞ് ഫില്ല് ചെയ്യലാണ് അവിടുത്തെ സ്വബർ. സ്വബർ 3 വിധത്തിലാണ്. സ്വബർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക, നമ്മളുടെ നഫ്സിനെ കൺട്രോൾ ചെയ്യുക. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, നന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, തിന്മ ചെയ്യാൻ വേണ്ടി ടെംപ്റ്റേഷൻ ഉള്ള സാഹചര്യങ്ങളിൽ, അതിൽ ആ ഒരു സാഹചര്യത്തിൽ ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കലാണ് സ്വബർ. സ്വബർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വസ്തഈനു ബിസ്സബർ.
അപ്പൊ നിങ്ങൾ ഇപ്പൊ നന്മ കൽപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ നിങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ കൽപ്പന നിർത്തരുത് എന്നല്ല അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾ കൽപ്പിക്കുന്ന നന്മ നിങ്ങളും ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയോട് സഹായം തേടുക. എങ്ങനെയാണ് സഹായം തേടേണ്ടത്? ക്ഷമയോട് കൂടി, ക്ഷമിച്ചുകൊണ്ട്. അപ്പൊ ക്ഷമിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നന്മയിൽ സഹായം തേടുക? നമ്മൾ കണ്ടു അല്ലെ? രണ്ടാമത്തെ ടൈപ്പ് സ്വബ്റാണ്. എന്താണ്? നമ്മൾ നന്മ ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ചസ്. അവിടെ അത് നിർത്താതിരിക്കലാണ് അവിടുത്തെ സ്വബർ. അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കലാണ് അവിടുത്തെ സ്വബർ. എന്തെങ്കിലും തിന്മ ചെയ്യുന്ന കാര്യത്തിന് ടെംപ്റ്റേഷൻ വരുമ്പം അത് ചെയ്യാതിരിക്കലാണ് അവിടുത്തെ സ്വബർ. ഓരോ അവസരത്തിലും സ്വബർ എന്ന് പറയുന്നത് വേറെ വേറെ കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി ആ സ്വബർ എന്താണ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടുക. സ്വബർ കാണിക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടിയിട്ട്, അതായത് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ദീൻ പഠിക്കണം, അല്ലെങ്കിൽ ദീൻ മറ്റുള്ളവരെ പഠിപ്പിക്കണം, അതിന് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് തടസ്സമാണ്. എന്നാ പിന്നെ ഞാൻ നിർത്തി. ഞാൻ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിർത്തി. അപ്പൊ എന്തായി? അവിടെ വസ്തായിനു ബിസ്സബർ ഇല്ലാണ്ടായി അല്ലെ? വെറും ദുആ മാത്രമായി. നമ്മൾ വസ്തായിനു ബിസ്സബർ എന്ന് പറഞ്ഞാൽ ഒരു നന്മ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചലഞ്ച് വന്നാലും അത് നിർത്താതെ വീണ്ടും 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 അത് ശ്രമിച്ചുകൊണ്ടിരിക്കലാണ് അവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടുന്നതിന്റെ ഫോർമാറ്റ്. അപ്പം ഇപ്പം നമ്മളുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മുടെ നമസ്കാരം കൂടുതൽ ബെറ്റർ ആക്കണം, പെർഫെക്റ്റ് ആക്കണം അല്ലെ? ഞാൻ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഫുൾ ഖുശൂവോടുകൂടി എല്ലാ നമസ്കാരങ്ങളും കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ മുത്തും പഴങ്ങളും മാത്രം പെറുക്കിക്കൊണ്ട്, അല്ലാതെ വേറെ ഒരു തരത്തിലും ഡിസ്ട്രാക്ഷൻ ആവാതെ ഞാൻ നിസ്കരിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ അതിനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ അത് നടക്കൂല. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മളുടെ ഓരോ നമസ്കാരത്തിലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി എഫേർട്ട് ഇടണം. നമ്മളുടെ മനസ്സിലുള്ള ചിന്തകളെ മാറ്റാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിപൂർവ്വമുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണോ, നമസ്കാരത്തിന് മുമ്പ് ഒരു പക്ഷേ നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന്, അതായത് നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വാച്ച് ചെയ്തുകൊണ്ട് ഫോൺ അവിടെ കമത്തി വെച്ച് നമ്മൾ നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖിയാമിന് വേണ്ടി കൈ കെട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ അതാ വരിക. അപ്പം അത്തരത്തിൽ നമ്മളുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഏത് രീതിയിലാണോ അവനവന്റെ നമസ്കാരം ഖുശൂ ഉള്ളതാക്കേണ്ടത് അതിനുള്ള ശ്രമം ഒരു 2 നമസ്കാരത്തിൽ ശ്രമിച്ച് മൂന്നാമത്തേൽ നിർത്തലല്ല, അത് സ്ഥിരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഓക്കെ ഞാൻ ഒരു ദിവസം ഞാൻ എന്റെ ഗോസിപ്പിംഗ് ഒക്കെ നിർത്തും, ഒരു ദിവസം ഞാൻ ഇനി മുതൽ എന്താ പറയാ അങ്ങനെ അള്ളാഹു എന്നെ അങ്ങനെ ആക്കി തരും എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുന്നു വിചാരിച്ചിട്ട് നമുക്ക് നമ്മളുടെ പരദൂഷണം നിർത്താന്ന് വെച്ചാൽ നടക്കൂല. നമ്മൾ അതിനു വേണ്ടി സ്ട്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കണം, അവിടെ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ദീൻ എന്ന് പറയുന്നതേ അതാണ്. പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ മാറുന്ന ഒരു കാര്യം ഈ ദീനിലില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ശ്രമത്തിന്റെ കൂടെ ഇൽമു തേടി അള്ളാഹു സുബ്ഹാനഹു എടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ദുആ ചെയ്തുകൊണ്ട് അത് ശ്രമിച്ചുകൊണ്ടേ ഇരുന്ന് ബെറ്ററാക്കി കൊണ്ടുവരലാണ് നമ്മളുടെ ദീൻ. ഓക്കെ, സ്വിച്ചിട്ട പോലെ മാറുന്ന ഒരു കാര്യവും നമ്മളുടെ ദീനിൽ ഇല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയണം, നിങ്ങൾ ക്ഷമയിലൂടെ സഹായം തേട്, വെറുതെ ഇരുന്നുകൊണ്ട് ചോദിക്കലല്ല. പിന്നെ എന്താണ് അള്ളാഹു പറയുന്നത്? വസ്സല, നമസ്കാരത്തിലൂടെ. അപ്പം ക്ഷമ കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നമസ്കരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ഇതായിരുന്നു അല്ലെ? എന്തൊരു പ്രയാസം വന്നു കഴിഞ്ഞാലും ഓടുക നമസ്കാരത്തിലേക്ക്. നമസ്കാരത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമാധാനം, കൺകുളിർമ. ഇത് നമുക്കും ശ്രമിക്കാവുന്നതാണ്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഓരോ ദിവസവും പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളാണ്. എന്നാൽ നമ്മളെ നമസ്കാരം എന്ന് പറയുന്നത് ആ സമയത്ത് നിർബന്ധമായിട്ട് ചെയ്തു തീർക്കേണ്ട, കടമ ചെയ്യേണ്ട പോലത്തെ നമസ്കാരങ്ങളാണ് നമ്മളുടേത്. പക്ഷെ നമ്മളെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമസ്കാരത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയുള്ളപ്പോൾ അത് അള്ളാഹുവിന്റെ അടുത്ത് നമസ്കാരമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ നമ്മൾ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് എന്താ അനുഭവങ്ങളുണ്ട്. ചില ക്ലാസ്സുകളൊക്കെ തന്നെ എടുക്കാൻ പോകുമ്പോൾ
ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് 2 റക്അത്ത് നഫ്ല്, അതായത് ആ സമയത്ത് പ്രത്യേകിച്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയി മാറുന്ന അനുഭവങ്ങൾ ഒരുപാട്. ഇത് ക്ലാസ്സിന്റെ കാര്യം എന്നല്ല, പല കാര്യങ്ങളിലും. അതായത് നമ്മളുടെ ഏത് പ്രശ്നത്തിന്റെയും സൊല്യൂഷന്റെയും ഇടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മളുടെ 2 സുജൂദ് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം എന്തായാലും ഉണ്ടാവും. അതായത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം അപ്പോഴാണ് ശരിക്കും ഒരു അടിമ ആവുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനെ പറഞ്ഞ് ഏൽപ്പിക്കാന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യും എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യാറില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിന് അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാവും, അതെപ്പോഴും നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ദുആ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും, ഒരു പക്ഷെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇടാൻ ഇറങ്ങിയപ്പോഴായിരിക്കും അരി ഇല്ലാന്ന് മനസ്സിലാക്കുന്നത്. അതിപ്പോ നമ്മൾ അതിന് പരാതി പറയുകയും പുതിയാപ്പിളിനെ വിളിച്ചിട്ട് ഇറങ്ങാറാക്കുകയും ചെയ്യാന്നല്ലാണ്ട് അത് നമ്മൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ബോധർ ചെയ്യാറില്ല അല്ലെ. അപ്പം അങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു എളുപ്പം വേറെ തന്നെയാണ്. അപ്പൊ അതിൽ നമുക്കൊരു പ്രത്യേക ബറക്ക വരുന്നത് കാണാം. നമ്മൾ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, എങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നത്, എങ്ങനെയാ നിങ്ങൾക്ക് ടൈം ഉണ്ടാകുന്നത്, എങ്ങനെയാ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അള്ളാഹിന്റെ അടുത്ത് സഹായം തേട്. എന്തൊരു പ്രശ്നം, പലപ്പോഴും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അനുസരിക്കാൻ ആളുകൾ തടസ്സങ്ങളായിട്ട് നിൽക്കാറുണ്ട് അല്ലെ. പല കാര്യങ്ങളിലും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു, ഞാൻ ദുബായിലായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഇവിടെ നാട്ടിലായി പോയിട്ടാണെന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. അള്ളാഹുവിന്റെ അടുത്ത് സഹായം തേട്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. അതായത് അത് പ്രയാസമായതിന്റെ പേരിൽ അത് നിർത്തിക്കളയലല്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള ഇൽമും തേടിക്കൊണ്ടേയിരിക്കുക. ആ കാര്യം എളുപ്പമായി തന്നെ വരും. ദീനില് സ്വിച്ച് ഇട്ട പോലെ ഓണായിട്ട് ഇന്ന് വിചാരിച്ചിട്ട് നാളെ ചെയ്യുന്ന ഒരു കാര്യവുമില്ല. എന്ന് വെച്ച് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരോട് പറയാതിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഇതാണ് നമ്മളെ ജീവിതത്തിന്റെ സൈക്കിളേ. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് പ്ലസ് ആളുകളോട് അത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ക്ഷമയോടുകൂടി അത് ചെയ്തുകൊണ്ടിരിക്കുക. വീഴ്ചകൾ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാതിരിക്കുക എന്നുള്ള ഒരു അവസരം വരുമ്പോൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക, അത് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, വീണ്ടും നമ്മളുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, അതിന്റെ അടുത്ത ലെവലിൽ പോയിക്കൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. ഇന്നഹ, നിശ്ചയമായും അത്, ഇവിടെ ഹ എന്ന് പറയുന്നത് നമസ്കാരമാണ്. ലഖബീറത്തുൻ, കാഫ് ബാറ, കബീർ, അക്ബർ, വലുത് തന്നെയാണ്, വളരെ വലുതാണ്. എന്ത്? ഇന്നഹ ലഖബീറത്തുൻ, നമസ്കാരം ഇത് വളരെ വലുതാണ്. വലുത് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കബീർ ആണെങ്കിലും ഇവിടെ അതിന്റെ അർത്ഥം വളരെ ഭാരമേറിയതാണ്, വളരെ പ്രയാസമേറിയതാണ്. നമസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ആർക്ക്? അതായത് ഒരു കൂട്ടർക്കൊഴികെ. ഏതൊരു കൂട്ടർക്കാണ്? ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഉള്ളവർക്കൊഴികെ. ഖാശിഈൻ, ഖാശിഇന്റെ പ്ലൂറലാണ് ഖാശീൻ, ഐൻ, ഖുശൂ എന്നുള്ള വാക്കാണ്. ഖുശൂ എന്ന് പറഞ്ഞാല് ബേസിക്കലി എന്താ പറയാ, ഒരു ഭയം അല്ലെങ്കിൽ വിനയം. അത് ഏത് രീതിയിലുള്ള ഭയമാണെന്ന് വെച്ചാൽ, അത് ആ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ പോലും ബാധിക്കുന്ന ഭയമാണ്. ഒരാൾ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പം ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ശരീരത്തിൽ പോലും ആ ഭയം പ്രകടമാവും. അയാളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ ശരീരത്തിൽ പോലും പ്രകടമാവും. പകരം അയാൾ ഞാനിപ്പം അള്ളാഹുവിന് മുമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ അള്ളാഹുവിനെ പേടിക്കണം അല്ലെ, അള്ളാഹുവിനെ പേടിക്കണം എന്ന് വെറുതെ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ നാച്ചുറലി അയാളുടെ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അയാൾ ചിലപ്പം ഓതിയ സൂറത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല, റുക്കൂയിലേക്ക് ഓടിപ്പോയി തിരിച്ചു വരും, സുജൂദ് ചെയ്തോ ഉണ്ടാവുന്ന ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അത് ഒരിക്കലും ഭയമല്ല. അവരോട് നിന്നാലും നിങ്ങൾക്ക് അള്ളാഹിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹിനെ പേടിക്കണം, പിന്നെ അള്ളാഹിനെ പേടിച്ചിട്ട് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കാന്ന് ചിലപ്പം പറയുമായിരിക്കും. പക്ഷെ അത് ശരിയായ ഭയമല്ല. അപ്പം ഭയം ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണം. ആ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായ ഭയം എന്താണ്? കളങ്കമറ്റതാണെങ്കിൽ അത് അയാളുടെ ശരീരത്തിലേക്കും വരും. ശരിയായ ഭയമാണെങ്കിൽ അത് അയാളുടെ ശരീരത്തിനെയും ബാധിക്കും. അയാള്
നിൽക്കുമ്പം അത് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത വരും. അയാൾ ഓതുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു എന്നോട് പറയുന്നതാണ് എന്നുള്ള ചിന്ത വരും. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഖുശൂഉള്ള നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അത് ഖുശൂഓട് കൂടി നമസ്കരിക്കുന്നത് ഒരു ഭാരമാക്കാത്തവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിന് നമ്മളിപ്പോ പറഞ്ഞതുപോലെ സ്വബറും സലാത്തും തന്നെയാണ് അതിന് നമ്മളെ സഹായിക്കുള്ളൂ. നമ്മൾ അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, ഒപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടിക്കൊണ്ടേയിരിക്കുക, അതിനാവശ്യമായ ഇൽമ് നേടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ടേ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് അവിടെ ചൊറിഞ്ഞ്, ഒന്ന് ഡ്രസ്സ് ശരിയാക്കി, ഒന്ന് മക്കനെ ഇതാക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ വേറെയുള്ള ചിന്തകള്, അതിന്റെ മേലെ നമ്മൾ ചുണ്ടിന്റെ തൊലി പൊളിക്കുക, നഖം കടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഫോക്കസ് അവിടെയല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വത്തിൽ അല്ല. ഞാൻ അള്ളാഹുവിനെ അല്ലെ, നമ്മള് വളരെ വലിയ ഒരാളെ കാണുക, അതായത് നമ്മൾ സാധാരണ കാണുന്ന നമ്മളുടെ ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും അവരുടെ അടുത്ത് സംസാരിക്കുന്നത് അല്ലെ. ഈ പറഞ്ഞ പോലെ നമ്മൾ തട്ടം ശരിയാക്കിയും വിരലിന്റെ കട്ട പൊട്ടിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഒരു ഇന്റർവ്യൂനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മീറ്റിങ്ങിനോ ഒരു വലിയ ആളെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും അല്ലെ. നമ്മളെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഈവൻ നമ്മളെ കയ്യിൽ നിന്ന് ഒരു പെന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അത് എടുക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സോറി പറയൽ, ഭയങ്കര കെയർഫുൾ ആയിരിക്കും. അത് നമ്മൾ അത്രയും വലിയ ഒരാളെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ മീറ്റ് ചെയ്യലാണ് നമസ്കാരത്തിൽ അല്ലെ. അപ്പം ആ ഒരു ചിന്ത, ആ ഒരു ഖുശൂ ഉള്ളവർക്കല്ലാത്തവർക്ക് ഒന്നും അതില് ശ്രദ്ധിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആലയിലല്ലാത്ത, അതായത് അവരുടെ ഫോക്കസ് വേറെ പല കാര്യങ്ങളിലായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആ മീറ്റിങ്ങിന്റെ മഹത്വം അറിയാത്തവർക്ക് അത് അതിനകത്തുള്ള ശ്രദ്ധ വിട്ടുപോകും. അങ്ങനെ ശ്രദ്ധ വിടുമ്പം അവരുടെ ശ്രദ്ധ വേറെ പലതിലും ആവും. എന്നാൽ ഇത് അള്ളാഹുവിനെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് എന്നുള്ള ശ്രദ്ധയുള്ളവർക്ക് നാച്ചുറലി അത് ഹൃദയത്തിൽ നിന്ന് ആ ഭയം വരികയും അത് അയാളുടെ ഓരോ ചലനങ്ങളിലും, അയാളുടെ നിപ്പിലും ഇരിപ്പിലും ഒക്കെ അത് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അയാൾ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചില്ലേ. നമ്മൾ മക്കളുടെ അടുത്ത് എന്തെങ്കിലും പറയുന്ന പോലെ ആവില്ല നമ്മള് വളരെ കാര്യമായിട്ടുള്ള ആരെങ്കിലും നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു ബോസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കെയർഫുൾ ആയിട്ടേ നമ്മൾ സംസാരിക്കുള്ളൂ അല്ലെ. നമ്മൾ പറയുന്ന ഓരോ വാക്കും അബദ്ധമായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലാണെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, അവിടെ നമുക്ക് കണ്ണ് നിറയും. സുബ്ഹാനല്ലാഹ്. അപ്പോ അത്തരത്തിലുള്ള നമസ്കാരം ഖാശിഈൻ അല്ലാത്തവർക്ക് വളരെയധികം ഭാരമേറിയതാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് വളരെയധികം ഫോക്കസ് കിട്ടാറുണ്ട് അല്ലെ, നല്ല ഖുശൂഉള്ള നമസ്കാരങ്ങൾ കിട്ടാറുണ്ട്. അന്നത്തെ നമസ്കാരം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല ആ നമസ്കാരം ചിലപ്പോൾ നമുക്ക് ഈ നമസ്കാരം നിർത്താതിരുന്നെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമസ്കരിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമസ്കാരങ്ങൾ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും അല്ലെ. ചിലപ്പോൾ ഒരു ഇമാമിന്റെ പിന്നിൽ ഫോളോ ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ പഠിച്ചോനെ ഇതെന്താ തീരാത്തതെന്ന് തോന്നാറുണ്ട് അല്ലെ. സത്യം പറയാലോ, നമുക്ക് തോന്നിയിട്ടുണ്ട്, തോന്നാറുമുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഇമാമിന്റെ ഓത്ത് നമുക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയത് ചില ഫാത്തിഹകളിങ്ങനെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ആ ഓത്ത് തീർന്ന നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമുക്ക് തോന്നാറുണ്ട് അല്ലാഹ് ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ, ഈ ഒരു നമസ്കാരം അവസാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെ. നമ്മളെ തന്നെ അത്തരത്തിലുള്ള 2 ടൈപ്പ് നമസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാം. ഈവൻ നമ്മളെ പണ്ടത്തെ നമസ്കാരം ഇപ്പോഴത്തെ നമസ്കാരവും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. പണ്ട് നമുക്ക് പലപ്പോഴും നമസ്കാരങ്ങൾ ഭാരമായിരുന്നു, നമ്മൾ നിലനിർത്താത്തവരായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു പണി തീർക്കുന്ന പോലെയാണ്. ഇപ്പം കുറെ അൽഹംദുലില്ലാ കുറെ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ടത്തേനേക്കാളും ഭാരം നമുക്കിപ്പോ നമസ്കാരം കുറഞ്ഞു, നമസ്കാരം നമ്മളുടെ ആവശ്യമായി മാറി. നമ്മൾ ഒരുപാട് ഖുശൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെ. സ്ലോ ആയിട്ട് നമ്മൾ ബെറ്റർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു തരത്തിലും നമസ്കാരം ഭാരമല്ലാത്തവരുടെ കൂട്ടത്തിലേക്ക് നമുക്ക് എത്തണം അല്ലെ. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക് ഒഴികെ അത് ഭയങ്കര ഭാരമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം ഖുശൂ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമസ്കാരത്തിൽ. ഇപ്പോഴത്തെ ഖുശൂ ഉള്ള നമസ്കാരം ഖുശൂ ഇല്ലാത്ത നമസ്കാരവും തമ്മിൽ ഉള്ള വ്യത്യാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം.
അപ്പൊ നമുക്ക് എത്രത്തോളം കൂടുതൽ ഖുശൂ ഉണ്ടോ അത്രത്തോളം നമുക്ക് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും, അത്രത്തോളം നമുക്ക് നമസ്കാരം എളുപ്പമായിരിക്കും, അത്രത്തോളം നമ്മൾ നമസ്കാരത്തിനെ ഇഷ്ടപ്പെടും, അത്രത്തോളം നമുക്ക് അള്ളാഹുവെ ഈ നമസ്കാരം തീർന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നമസ്കാരക്കാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ ഒരു ആയത്ത് നമ്മളോട് പറയുന്ന കാര്യം ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, നന്മ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, തിന്മയിൽ നിന്ന് മാറാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ട്, രണ്ട് കീസ് ഉണ്ട് അല്ലെ. ഒന്ന് സബർ, രണ്ട് നമസ്കാരം. സബർ എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിലും എന്താണ് സബർ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നന്മ ചെയ്യുന്ന കാര്യത്തിലുള്ള സബർ എന്ന് പറയുന്നത് നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചലഞ്ച് വരുമ്പോൾ അത് നിർത്തലല്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കലാണ്. തിന്മ ചെയ്യുന്ന കാര്യത്തിലുള്ള സബർ എന്ന് പറയുന്നത് തിന്മ ചെയ്യാൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ വരുമ്പോൾ അതിനകത്ത് ചെന്ന് ചാടി കൊടുക്കലല്ല, പകരം അതിൽ നിന്ന് മാറി നിൽക്കല്, കണ്ടിന്യൂ ചെയ്യലാണ്. പിന്നെ രണ്ടാമത്തെ കീ എന്ന് പറയുന്നത് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആര് ക്ഷമയുള്ളവരാവാൻ ശ്രമിക്കുന്നുവോ അള്ളാഹു അവനെ ക്ഷമയുള്ളവരാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് നിൽക്കുന്നു തീരുമാനിച്ചിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ, ചിലപ്പോൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ നിർത്താതെ ശ്രമിച്ചു. നമ്മുടെ ദീനിലുള്ള ഒരേ ഒരു കീ എന്ന് പറയുന്നത് അതാണ്, ഇസ്തിഖാമ. നമ്മൾ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക, നിർത്തരുത്. ഈവൻ ഈ ഒരു തഫ്സീറിന്റെ ക്ലാസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ തിരക്കുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ കാരണം നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്, തെറ്റുപറ്റിപ്പോവും, അല്ലെങ്കിൽ നമുക്ക് ഗ്യാപ്പ് വന്നു ആയിക്കോട്ടെ, നമ്മൾ വീണ്ടും തിരിച്ചു കയറും, വീണ്ടും നമ്മൾ പഴയതുപോലെ ശ്രമിക്കും, നിർത്താതിരിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ലെവൽ എത്തുമ്പോൾ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരും, നമുക്ക് അതിനുള്ള എളുപ്പം തരും. അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക, അള്ളാഹു ഉറപ്പായിട്ടും സഹായം തരും. അള്ളാഹു പറയാണല്ലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ സഹായം തേട് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും. അപ്പൊ അള്ളാഹു അത് പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് തരുന്ന ഉറപ്പായിട്ട് തന്നെയാണ്. ആ സഹായം അള്ളാഹു തരുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചത് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാന് എന്താണ് പ്രയാസമാണ്, ആർക്കൊഴികെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഒഴികെ. അപ്പൊ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെട്ട് കഴിഞ്ഞാല് അവന് നന്മകളൊക്കെ എളുപ്പമായിട്ട് മാറും. അപ്പൊ നമ്മൾ പലരും പലതും ചെയ്യുമ്പോൾ ഇവർക്ക് എങ്ങനെയായിരിക്കും ഇത് പറ്റുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇനിയും ഖുശൂല് മുന്നേറാനുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക. അത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ആയത്തിൽ പഠിച്ചത്, അത് നമ്മൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര പ്രയാസം അനുഭവപ്പെട്ടാലും, ഏത് ആളുകൾ നമുക്ക് തടസ്സമായിട്ട് തന്നാലും, ഏത് സാഹചര്യം തടസ്സമായിട്ട് തന്നാലും വീണ്ടും വീണ്ടും ശ്രമിക്കുക, വീണ്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ രീതിയിലുള്ള ഇൽമുകൾ എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ആ ഇൽമിന് വേണ്ടിയിട്ടും റബ്ബിന്റെ അടുത്ത് തേടുക. റബ്ബ് അത് എളുപ്പമാക്കി തരുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നന്മകൾ അധികരിപ്പിക്കാൻ അള്ളാഹുവിനെ അങ്ങേയറ്റം ഖുശൂവോടുകൂടി, അങ്ങേയറ്റം എളുപ്പത്തോടുകൂടി നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.